Today we are going to discuss the chapter waves. Okay, 100-day മിഷൻ്റെ ഭാഗമായിട്ടുള്ള ചാപ്റ്റേഴ്സാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, വോയിസൊക്കെ ക്ലിയർ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് വഴി നമുക്ക് എന്ത് ചെയ്യാം, തിയറി ഒന്ന് എന്ത് ചെയ്യുക, ഓടിച്ച് നോക്കാം. ഓക്കെ, പോലെ ഓഡിബിളാണെന്ന് വിശ്വസിക്കുന്നു. റെഡി? ഓക്കെ, ക്വസ്റ്റ്യൻ സൈഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, സ്പീഡായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് എൻ്റെ സൊല്യൂഷൻ നോക്കുന്നതായിരിക്കും നല്ലത്. ഒന്ന് പോസ് അടിച്ചാൽ മതി. ഓക്കെ, എൻ്റെ എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്ത് ചെയ്യും, നിങ്ങളുടെ ഡൗട്ട് ഞാൻ എന്ത് ചെയ്യും, ക്ലാസ് കഴിഞ്ഞിട്ട് റിപ്ലൈ ചെയ്ത് തരും. ഓക്കെ, യെസ്, അപ്പോൾ തുടങ്ങാലോ. Speed of transverse wave in a string of density 100 kg per meter cube and area of cross section 10 millimeter square under a tension of 10 power 3 Newton is. Okay, so transverse wave in the speed ആണ്. ഓക്കെ, ട്രാൻസ്വേഴ്സ് വേവിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ എന്താണ്? V = √T/μ ആണ്. ഓക്കെ, മ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഓക്കെ, ഇതാണ് ജനറൽ ഇക്വേഷൻ. ടി എന്ന് പറഞ്ഞാലോ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ആണ്. ക്വസ്റ്റ്യനിൽ ടെൻഷൻ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്, ശരിയല്ലേ? 10⁻³ ന്യൂട്ടൺ ടെൻഷൻ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്ത് ഡാറ്റ മിസ്സിംഗ് ആണ്? മ്യൂ, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലീനിയർ മാസ് ഡെൻസിറ്റി എന്നും പറയാം കേട്ടോ. ലീനിയർ മാസ് ഡെൻസിറ്റി, അതാണ് മ്യൂ, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ആ ഡാറ്റ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല, M/L. ഓക്കെ, ആ ഡാറ്റ മിസ്സിംഗ് ആണ് ക്വസ്റ്റ്യനിൽ. പകരം എന്ത് ഡാറ്റയാണ് കൊടുത്തേക്കുന്നത്? ഡെൻസിറ്റിയും കൊടുത്തിട്ടുണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും കൊടുത്തിട്ടുണ്ട്. ശരിയല്ലേ കുട്ടികളെ? സോ നമ്മളിവിടെ ടെൻഷൻ നമ്മൾക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അതേസമയം മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിന് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഡെൻസിറ്റിയുടെയും ഏരിയയുടെയും ടേമിലേക്ക് മാറ്റി ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം, ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഓക്കെ, മാസിനെ നമുക്ക് വോള്യൂം ഇൻറ്റു ഡെൻസിറ്റി എന്ന് പറയാം. കാരണം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോള്യൂം അല്ലേ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോള്യൂം. സോ മാസിനെ നമുക്ക് വോള്യൂം ഇൻറ്റു ഡെൻസിറ്റി ബൈ ലെങ്ത് എന്നെടുത്തു. കുട്ടികളെ, ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു വയർ ആകുമ്പോൾ ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ടാകും ഇവിടെ. ഓക്കെ, പിന്നെയോ ലെങ്ത്തും ഉണ്ടാകും. അങ്ങനെയല്ലേ ഉണ്ടാവുക? ഓക്കെ, സോ വോള്യൂം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത്ത് എടുക്കാമല്ലോ. സോ ഏരിയ ഇൻറ്റു ലെങ്ത്ത് വോള്യൂം എടുത്തു, ഡെൻസിറ്റി മേലെയുണ്ട് L. സോ ലെങ്ത്ത് ക്യാൻസലായില്ലേ? ലെങ്ത്ത് ക്യാൻസലായി. സോ മ്യൂവിനെ, അതായത് ലീനിയർ മാസ് ഡെൻസിറ്റിയെ നമുക്ക് വേണമെങ്കിൽ ഏരിയ ഇൻറ്റു ഡെൻസിറ്റി എന്ന് ഉപയോഗിക്കാം. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയാണ്. ഇത് പല ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓർമ്മിച്ച് വെച്ചേക്കണം കേട്ടോ. ലീനിയർ മാസ് ഡെൻസിറ്റിയെ ഏരിയ ഇൻറ്റു ഡെൻസിറ്റി എന്ന് ഉപയോഗിക്കാം. ഓക്കെ, സോ ഇനി സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ഏരിയനെ πr² എന്നൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഡയറക്ഷൻ ക്വസ്റ്റ്യൻ ഏരിയ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഇൻ എ സ്ട്രിങ് √T/μ പകരം ρA അല്ലെങ്കിൽ A₀ എന്ന് കൊടുക്കാം. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കിട്ടുമല്ലോ അല്ലേ? ഓക്കെ, ടെൻഷൻ എത്രയാണ്? 10⁻³ 10⁻³ എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഏരിയ എത്രയാണ്? 10 mm². മില്ലിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കി മാറ്റണം. മില്ലി 10⁻³ അല്ലേ? സോ അതിൻ്റെ സ്ക്വയർ എത്രയാണ്? 10⁻⁻6. സോ 10 × 10⁻⁻6 ഏരിയ. ഡെൻസിറ്റി എത്രയാണ് കൊടുത്തേക്കുന്നത്? 100 ആണ്, ഇൻറ്റു 100. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, ഒരേപോലെയുള്ള ആൾക്കാരെ വെട്ടാം. താഴെ 100ൻ്റെ 2 0, 10 0, മേലെ 1000ന് 30. സോ റൂട്ടിനുള്ളിൽ മുകളിൽ 10⁻+6 വരും. 10⁻+6ൻ്റെ റൂട്ട് 10⁻³ ആണ്, ദാറ്റ് ഈസ് 1000. സോ ആൻസർ ആയില്ലേ കുട്ടികളെ? 1000 m/s. ഓക്കെ, സോ ഈ റിലേഷൻ ഒന്ന് മനസ്സിൽ വെച്ചേക്കണം. ഏത്? ലീനിയർ മാസ് ഡെൻസിറ്റിയെ ഏരിയ ഇൻറ്റു ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ എന്ന് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഇക്വേഷൻ എന്താണ്? V = √T/μ. വാട്ട് ഈസ് T? T ഈസ് ടെൻഷൻ ഇൻ ദ സ്ട്രിങ്. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, യെസ്, ഹിയർ ഈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്പീഡ് ഓഫ് സൗണ്ട് വേവ് ഇൻ എ ഗ്യാസ് ഈസ് V1 ആൻഡ് RMS സ്പീഡ് ഓഫ് മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ഈസ് V2. ദെൻ, അതായത് സൗണ്ട് വേവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ് വേണ്ടത്. ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ഓക്കെ, കാണുന്നുണ്ടാവുമല്ലോ. യെസ്, സോ
സൗണ്ട് വേവിൻ്റെ സ്പീഡ്, ഗ്യാസിലെ സൗണ്ട് വേവിൻ്റെ സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി ഓഫ് സൗണ്ട് വി എസ് എന്ന് കൊടുക്കാം, മനസ്സിലാവാൻ വേണ്ടി വി എന്ന് കൊടുത്താൽ മതി. റൂട്ട് ഓഫ് ഗാമ ആർ ടി ബൈ എം ആണ്. ഓക്കെ, എന്താണ് ഗാമ? ഗാമ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ആണ്. ഗാമ ഈക്വൽ ടു സി പി ബൈ സി വി ആണ്, അറിയാലോ. ഓക്കെ, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ടി ടെമ്പറേച്ചർ, എം മോളാർ മാസുമാണ്, നിങ്ങൾക്കറിയാം. ഓക്കെ, സോ ഇതാണ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഗ്യാസ്. ഓക്കെ, അതേ ടെമ്പറേച്ചറിലോ അതിനാണ് ക്വസ്റ്റ്യനിൽ V1 എന്ന് കൊടുത്തേക്കുന്നത് അല്ലേ? ഓക്കെ, V1 ആണ് കൊടുത്തേക്കുന്നത്. ആൻഡ് RMS സ്പീഡ് ഓഫ് മോളിക്യൂൾസ് ഓഫ് ദ ഗ്യാസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ഈസ് V2. ഗ്യാസ് മോളിക്യൂൾസിൻ്റെ RMS സ്പീഡ്, അതിൻ്റെ ഫോമുല എന്തായിരുന്നു? അതിന് V2 എന്നാണ് കൊടുത്തത്. VRMS നിങ്ങൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ ഉപയോഗിച്ച ഇക്വേഷനാണ്, പഠിച്ച ഇക്വേഷനാണ്. കെമിസ്ട്രിയിലും പല സ്ഥലത്തും അത് ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ? റൂട്ട് ഓഫ് ഓക്കെ ഗാമക്ക് പകരം 3 ആണ് ഉണ്ടാവുക, 3RT/m. ഓക്കെ, ഇനി ചോദ്യം എന്താണ്? ഓക്കെ, V1ൻ്റെ V2ൻ്റെ കമ്പാരിസൺസ് ആണ് ഓപ്ഷനിലുള്ളത്. V1 ഈക്വൽ ടു V2, V1 ലെസ് ദാൻ V2, V1 ഗ്രേറ്റർ ദാൻ V2, V1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു V2. ഇങ്ങനെയാണ് ABCD 4 ഓപ്ഷൻസ് ഉള്ളത്. കുട്ടികളെ പറയൂ, V1 ആണോ V2 ആണോ? ഒരു കാര്യം മാത്രമേ വ്യത്യാസമുള്ളൂ, ഗാമയും 3യും. എടാ, ഗാമ എന്ന് പറഞ്ഞാൽ CP/CV. CP/CVയുടെ മാക്സിമം വാല്യൂ എത്രയാണ്? CP/CVയുടെ മാക്സിമം വാല്യൂ നിങ്ങൾക്കറിയാം, മോണോ ആറ്റമിക് ആകുമ്പോൾ അത് 1.666 1.67 വരിക. ഡാറ്റമിക് ആകുമ്പോഴോ അത് 7/5 1.4 വരിക അല്ലേ? ഓക്കെ, പിന്നെയോ ട്രാറ്റമിക്, ലീനിയർ, നോൺ ലീനിയർ ഒക്കെ ആകുമ്പോൾ ട്രാറ്റമിക് എന്ന് ജനറലി പറഞ്ഞാൽ അല്ലെങ്കിൽ നോൺ ലീനിയർ ആയിട്ട് പറഞ്ഞാൽ 4/3 1.33 ഉണ്ടാവാം. സോ ഗാമയുടെ വാല്യൂ ഒരു ബിറ്റ്വീൻ 1 and 2 ആണ് ജനറലി വരിക. ഗാമയുടെ വാല്യൂ ബിറ്റ്വീൻ 1 and 2 ആണ് ജനറലി വരിക ഗ്യാസുകൾക്ക്, ബിറ്റ്വീൻ 1 and 2. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിയോ, സൗണ്ടിൻ്റെ സ്പീഡിനകത്ത് ഗാമ റൂട്ടിനകത്തുണ്ട്, ഇവിടെയോ റൂട്ടിനകത്ത് 3 ഉണ്ട്. ഓക്കെ, സോ V1 ആണോ V2 ആണോ വലുതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഗാമ ലെസ് ദാൻ 3 ആണ്, കൺഫേം ആണ്. ഗാമ ലെസ് ദാൻ 3 ആണ്, അതുകൊണ്ട് തന്നെ V1 ലെസ് ദാൻ എന്താകുന്നു? V2 ആകുന്നു. ഓക്കെ, അതായത് സൗണ്ടിൻ്റെ സ്പീഡ് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ RMS സ്പീഡിനേക്കാളും കുറവായിരിക്കും. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാമല്ലോ. ഇതാ, എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ആൻഡ് എൻ ഓപ്പൺ ഓർഗൻ പൈപ്പ് ഓഫ് സെയിം ലെങ്ത് പ്രൊഡ്യൂസ് 4 beats in their fundamental mode when sounded together. If length of the open organ pipe is increased, the number of beats will increase, decrease, remain constant, may increase or decrease. ഓക്കെ, ഇവിടെ ഒരു ക്ലോസ്ഡ് ഓർഗൻ പൈപ്പും ഉണ്ട്, ഓപ്പൺ ഓർഗൻ പൈപ്പും ഉണ്ട്. 2 പേർക്കും ഒരേ ലെങ്ത്തുമാണ്. 2 പേരും ഉണ്ടാക്കുന്നത് എത്ര ബീറ്റ്സ് ആണ്? 4 beats ആണ്. ഓക്കെ, കുട്ടികളെ ബീറ്റ് ഫ്രീക്വൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് 2 ഫ്രീക്വൻസിയുടെ ഡിഫറൻസ് ആണ് ബീറ്റ് ഫ്രീക്വൻസി നമ്മൾ പറയാം അല്ല? ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, F1 മൈനസ് F2ൻ്റെ മാഗ്നിറ്റ്യൂഡ് 4 എന്ന് എടുക്കാം, ശരിയല്ലേ? ഓക്കെ, F1 ആയി ഞാൻ എന്ത് ചെയ്യാൻ, ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് അല്ലേ ക്വസ്റ്റ്യൻ ആദ്യം പറഞ്ഞത്. സോ FC FO, മനസ്സിലായില്ലേ? FC എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റേത്, FO എന്താണ്? ഓപ്പൺ ഓർഗൻ പൈപ്പിൻ്റേത്. സോ FC ഗ്രേറ്റർ ദാൻ FOയും വരാം, അങ്ങനെ തന്നെ വരണം നിർബന്ധമില്ലല്ലോ, നേരെ തിരിച്ചും വന്നൂടെ. എങ്ങനെ? ഓപ്പൺ ഓർഗൻ പൈപ്പിൻ്റെ ഫ്രീക്വൻസി ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയേക്കാളും കൂടിക്കൂടെ? സോ ഈക്വൽ ടു 4 എന്ന് വന്നൂടെ? എന്തുകൊണ്ട് ഇങ്ങനെ വന്നതെന്നറിയാം, നമുക്ക് അവിടെ മോഡുലസ് ആണ് വേണ്ടത്. എന്താണ് വേണ്ടത്? മോഡുലസ്. FC മൈനസ് FO ആയാലും കുഴപ്പമില്ല, FO മൈനസ് FC ആയാലും കുഴപ്പമില്ല. എന്ത് വന്നാൽ മതി? 4 beats വന്നാൽ മതി, അതായത് ഫ്രീക്വൻസി ഡിഫറൻസ് 4 ആയാൽ മതി. ഇനി ക്വസ്റ്റ്യൻ, ഇനി ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി അല്ലേ പറഞ്ഞേ? സോ FC ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്തായിരുന്നു ഇക്വേഷൻ വരിക? V/4L അല്ലേ വരിക? L ലെങ്ത് ഓഫ് ദ ട്യൂബാണ്. ഓക്കെ, കാരണം ക്ലോസ്ഡ് പൈപ്പാണെങ്കിൽ ഒരു ഭാഗം മാത്രമേ ക്ലോസ്ഡ് ആയിരിക്കൂ, ശരിയല്ലേ? സോ വേവിൻ്റെ 1/4L അതിനകത്തുണ്ടാവും, കാരണം ഇവിടെ ആൻറ്റി നോഡും താഴെ എന്തുമായിരിക്കും? നോഡും ആയിരിക്കും. ഓക്കെ, സോ ഇത് ലെങ്ത് ആണ്. ലെങ്ത് എന്തിന് ഈക്വലാണ്? λ/4 ഈക്വൽ ആയിരിക്കും അല്ലേ? സോ വേവ് ലെങ്ത് λ ഈക്വൽ ടു 4L ആയിരിക്കും. ഓക്കെ, അതായത് വെലോസിറ്റി ഈക്വൽ ടു F λ എന്നല്ലേ? വെലോസിറ്റി ഈക്വൽ F λ. സോ ഫ്രീക്വൻസി ഈക്വൽ ടു വെലോസിറ്റി ബൈ λ അല്ലേ? സോ ലാംഡയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു? 4L കൊടുത്തു. അതാണ് ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി V/4L. ഓക്കെ,
ഇനി അടുത്തത് എന്താണ്? ഓപ്പൺ ഓർഗൻ പൈപ്പാണ്. ഓപ്പൺ ഓർഗൻ പൈപ്പ് ആകുമ്പോൾ ഒരേ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുക? എൻഡുകളിൽ, ഓപ്പൺ എൻഡുകളിൽ എപ്പോഴും ആൻറ്റി നോഡായിരിക്കും, ശരിയല്ലേ? സോ ഇങ്ങനെയാണ് സെറ്റപ്പ് വരിക. ഓപ്പൺ എൻഡുകളിൽ എപ്പോഴും ആൻറ്റി നോഡായിരിക്കും. ചിത്രം നല്ല വൃത്തിയിൽ വരണ്ടടാ. ഓക്കെ, ഓൾമോസ്റ്റ് വൃത്തിയിലുണ്ടാവും കേട്ടോ. ഓക്കെ, സോ എൻഡുകളിൽ രണ്ട് സ്ഥലത്തും ആൻറ്റി നോഡും മിഡിൽ എന്തുമായിരിക്കും? നോഡും ആയിരിക്കും, ശരിയല്ലേ? സോ λ/4 λ/4 അതായത് λ/2. അപ്പോൾ ലെങ്ത് എന്തിന് ഈക്വൽ ആണെന്ന് മനസ്സിലായി? λ/2 ഈക്വലായി മനസ്സിലായി. സോ ലാംഡ എന്തായി? 2l. സോ ഓപ്പൺ ഓർഗൻ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി v/λ v/2l ആണ്, ശരിയല്ലേ? ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ലെങ്ത് ഓഫ് ദ ഓപ്പൺ ഓർഗൻ പൈപ്പ് ഈസ് ഇൻക്രീസ്ഡ്. ഓപ്പൺ ഓർഗൻ പൈപ്പിൻ്റെ ലെങ്ത് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു, ശരിയല്ലേ? സോ ലെങ്ത് ഓഫ് ഓപ്പൺ ഓർഗൻ പൈപ്പ് ഇൻക്രീസ് ചെയ്തു. സോ ലെങ്ത് ഓഫ് ഓപ്പൺ ഓർഗൻ പൈപ്പ് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? FO ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ഓപ്പൺ ഓർഗൻ പൈപ്പ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. കാരണം ലെങ്ത് ഡിനോമിനേറ്ററിലല്ലേ മക്കളെ ഉള്ളത്. സോ ഓപ്പൺ ഓർഗൻ പൈപ്പിൻ്റെ ലെങ്ത് കൂടുമ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കൂടും. സോ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കുറയും. സോ FO കുറഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക? ഇവിടെ നമുക്ക് രണ്ട് റിലേഷൻ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ കുട്ടികളെ? FC - FO കൊടുത്തിട്ടുണ്ട്. സോ അവിടെ FO കുറയാണെങ്കിൽ 4-നേക്കാളും ബീറ്റ് എന്ത് ചെയ്യും? കൂടും. 4-നേക്കാളും ബീറ്റ് കൂടും. ഇനി FO - FC = 4 ആയാലും കുഴപ്പമില്ലല്ലോ, മാഗ്നിറ്റ്യൂഡ് ആയ പോരെ. ഇവിടെ FO കുറയാണെങ്കിലോ ബീറ്റ് 4-നേക്കാളും എന്ത് ചെയ്യും? കുറയും. സോ ബീറ്റ് കൂടാം കുറയാം, കാരണം രണ്ട് രൂപത്തിലും നടക്കാം, ഡിഫറൻസ് ഉണ്ടായാൽ മതിയല്ലോ. ഓക്കെ, സോ ആൻസർ ഏതാണ്? മേ ഇൻക്രീസ് ഓർ ഡിക്രീസ്. മനസ്സിലായില്ലേ? അതായത് ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ F1 - F2-ൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയാലും കുഴപ്പമില്ല, F2 - F1-ൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയാലും കുഴപ്പമില്ല. ഓക്കെ, സോ F1 > F2 ആണെങ്കിലും F2 > F1 ആണെങ്കിലും ഡിഫറൻസ് എങ്ങനെയാണ് നോക്കിയിട്ടാണ് ബീറ്റ് തീരുമാനിക്കുക. കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല എന്നർത്ഥം. സോ FC - FO എന്നും പറയാം, അല്ലെങ്കിൽ FO - FC എന്ന് പറയാം. രണ്ടിൻ്റെയും ഡിഫറൻസ് മാഗ്നിറ്റ്യൂഡ് എന്തായാൽ മതി? = 4 ആയാൽ മതി. സോ ഓപ്പൺ പൈപ്പിൻ്റെ ലെങ്ത് കൂടുമ്പോൾ ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കുറയും. സോ രണ്ടാമതാണെങ്കിൽ FO കുറയുമ്പോൾ എന്ത് ചെയ്യും? FC വല്ലാണ്ട് കൂടും. സോ ബീറ്റ് 4-നേക്കാളും കൂടും. ഇനി FO - FE ആണ് നമ്മൾ FC ആണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ FO കുറയുമ്പോൾ ബീറ്റ് എന്ത് ചെയ്യും? 4-നേക്കാളും കുറയും. സോ ബീറ്റ് കൂടാം കുറയാം, രണ്ടിനും സാധ്യത ഉണ്ട് എന്നർത്ഥം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The equation of a traveling wave is given as y = 5 sin 10 pi into t minus 0.01x along the x-axis. Here all quantities are in SI unit. The phase difference between the points separated by a distance 10 meter along x-axis is. phase difference, path difference, അതായത് x-axisൽ 10 meter ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഫേസ് ഡിഫറൻസ് എന്താണെന്ന ചോദ്യം. ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്താ? Δ∅ = K Δx. ഓക്കെ, ഇനി ഫേസ് ഡിഫറൻസും ടൈം ഡിഫറൻസും കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്താ? Δ∅ = ω∆t. അതാണ് റിലേഷൻ. ഓക്കെ, ഇനി ചില ആൾക്കാർ ഇങ്ങനെയല്ല പഠിച്ചിട്ടുണ്ടാവുക. ചില ആൾക്കാർ എങ്ങനെ പഠിച്ചിട്ടുണ്ടാവും എന്നറിയാം? Δ∅ = K പഠിക്കും എന്ത് പഠിക്കും? 2π/λ എന്ന് പഠിക്കും × Δx. ഇത് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതേപോലെ ഇവിടെ Δ∅ = ω-യുടെ സ്ഥാനത്ത് 2π/ടൈം പീരീഡ് × Δt. ഓക്കെ, ഇങ്ങനെയും പഠിക്കും. എങ്ങനെ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല, പഠിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ റിലേഷൻ എന്ത് ചെയ്യുക? ഒരു വേവിൻ്റെ ഇക്വേഷനാക്കി നമുക്ക് മാറ്റാം. സോ എന്ത് വരും? y = 5 sin 10π ഉള്ളിലേക്ക് കൊടുക്കട്ടെ. സോ 10πt - 10 വെച്ച് 0.01 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 0.1 വരും × πx. പൈ പുറത്തുണ്ടല്ലോ, × πx. ഇങ്ങനെയാണ് വേവിൻ്റെ ഇക്വേഷൻ. സോ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അല്ലേ K വരുന്നത്? എക്സിൻ്റെ കോഎഫിഷ്യൻ്റാണ് K എന്ന് പറഞ്ഞാൽ 0.1π ആയി. ഓക്കെ, സോ ഞാൻ ഈ ഫസ്റ്റ് റിലേഷൻ എടുക്കണം കേട്ടോ. K ഡയറക്റ്റ് കിട്ടിയ സ്ഥിതിക്ക് പിന്നെ ലാംഡ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇല്ല. സോ 0.1π × പാത്ത് ഡിഫറൻസ് എത്ര മീറ്ററാണ് പറഞ്ഞത്? 10 മീറ്റർ. സോ എന്ത് സംഭവിച്ചു? 0.1 × 10 1 അല്ലേ? സോ π വരും ആൻസർ. So which option will be the right answer? Option B will be the right one. സംഭവം എത്തിയില്ലേ? ഓക്കെ,
കാര്യങ്ങൾ സിമ്പിളാണ്. ആ കൺസെപ്റ്റ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. ഫേസ് ഡിഫറൻസ്, പാത്ത് ഡിഫറൻസ് കണക്ട് ചെയ്യുന്ന റിലേഷൻ കാണാതെ പഠിക്കണം. ഇനി കെൻ്റെ ടേമിൽ തന്നെ പഠിക്കണമെന്നില്ല, 2π/λ ടേമിൽ പഠിച്ചാലും മതി. ഓക്കെ. അതേപോലെ ടൈം ഡിഫറൻസും ഫേസ് ഡിഫറൻസും കണക്ട് ചെയ്യുന്ന റിലേഷൻ, ഇത് ഈ ചാപ്റ്ററിൽ മാത്രമല്ല കുട്ടികളെ, ഏത് ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആണ്, വേവ് ഒപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The equation of a wave disturbance is given as y equal to 0.02 cos π/2 plus 50πt cos 10πx. ഓക്കെ. സോ ഈ റിലേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്. ഇത് നോർമലി ഒരു വേവിൻ്റെ റിലേഷൻ അല്ല, പിന്നെ എന്താകുന്നു, സ്റ്റാൻഡിങ് വേവിൻ്റെ റിലേഷൻ ആകുന്നു. ഇതെങ്ങനെയാണ് സ്റ്റാൻഡിങ് വേവിൻ്റെ റിലേഷൻ ആകുന്നത്? ഈ റിലേഷൻ ഒന്ന് നിങ്ങൾ നോക്കിക്കേ. y ഈക്വൽ ടു 0.02 cos π/2 പ്ലസ് 50πt അല്ലേ ഉള്ളത് കുട്ടികളെ. 90 പ്ലസ് തീറ്റ എന്നല്ലേ ബ്രാക്കറ്റിലുള്ളത് അല്ലേ. കോസ് 90 പ്ലസ് തീറ്റ അല്ലെങ്കിൽ കോസ് π/2 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ തീറ്റ അല്ലേ വരിക. സെക്കൻഡ് ക്വാഡ്രൻറ്റിലല്ലേ. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കോസ് എന്താകുന്നു, നെഗറ്റീവ് ആകുന്നു. സോ മൈനസ് സൈൻ തീറ്റയിൽ ഉണ്ടാവും ആക്ച്വലി. സോ ഈ റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയാം. y ഈക്വൽ ടു -0.02 സൈൻ 50πt കോസ് 10πx ഇങ്ങനെ റിലേഷൻ എഴുതാം. ഓക്കെ. ഇവിടെ ടിയുടെ കൂടെ വരുന്നത് എന്താണ്, ഒമേഗയും, എക്സിൻ്റെ കൂടെ വരുന്നത് ആരുമായിരിക്കും, കെയും ആയിരിക്കും. ഓക്കെ. സോ ടിയുടെ കൂടെ വരുന്നത് 50π ആയിരിക്കും ഒമേഗ, എക്സിൻ്റെ കൂടെ വരുന്ന 10π ആയിരിക്കും എന്ത് വരിക, കെയും വരിക. ഓക്കെ. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? ഇതിങ്ങനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം 50π ഒമേഗയും എന്തുവാണ്, 10π കെയും ആണ്. ഞാൻ സ്റ്റാൻഡിങ് വേവിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് മാറുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇങ്ങനെ മാറ്റി എഴുതിയത് കേട്ടോ. ഓക്കെ. ഇനി ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റോങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻറ്റിനോഡ് ഒക്കേഴ്സ് അറ്റ് x ഈക്വൽ ടു 0.3 മീറ്റർ. ഓപ്ഷൻ എ ദ വേവ് ലെങ്ത് 0.2 മീറ്റർ. സ്പീഡ് ഓഫ് കോൺസ്റ്റിറ്റ്വൻറ്റ് വേവ്സ് ഈസ് 4 മീറ്റർ പെർ സെക്കൻഡ്. നോഡ് ഒക്കേഴ്സ് അറ്റ് x ഈക്വൽ ടു 0. നമുക്കെല്ലാം ചെക്ക് ചെയ്യാം. ഇതിൽ ഒരു എക്സാമിൽ നമുക്ക് എന്താ ചെയ്യാം, എളുപ്പമുള്ള കണ്ടുപിടിക്കാനുള്ള പരിപാടി എന്താ, സി ഒരു എളുപ്പമല്ല, സ്പീഡ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. വേവിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, E ഈക്വൽ ടു ω/k അല്ലേ. ഒമേഗ എന്താണ് കുട്ടികളെ, 50π ആണ്. കെ എന്താണ്, 10π ആണ്. സോ π വെട്ടി ആൻസർ 5 കിട്ടി മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് ആൻസർ കിട്ടിയാണ്ടോ. മീറ്റർ പെർ സെക്കൻഡ്. സോ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് കൺഫേം ആയി, സി ആണെന്ന് കൺഫേം ആയി. ഓക്കെ. ഇനി ആൻറ്റിനോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എക്സ് ഈക്വൽ ടു 0.3 മീറ്ററിലാണ് ആൻറ്റിനോഡ്. പിന്നെ വേവ് ലെങ്ത് 0.2, വേവ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാമെന്നറിയാം. കെ എന്ന് പറഞ്ഞാൽ 2π/λ അല്ലേ കുട്ടികളെ. സോ ലാംഡ ഈക്വൽ ടു 2π/k വരും, ശരിയല്ലേ. സോ 2π/k എത്രയാകുന്നു, 10π അല്ലേ. സോ π വെട്ടി എന്ത് വരും, 0.2 മീറ്റർ ആണ് ലാംഡ. സോ വേവ് ലെങ്ത് എന്ന് പറഞ്ഞത് ശരിയാണ്, 0.2 മീറ്റർ. അപ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഓക്കെ. ഇനി നമുക്ക് എന്താണ് റോങ് ആണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ആൻറ്റിനോഡൊക്കെ അറ്റ് x ഈക്വൽ ടു 0.3 മീറ്റർ. കുട്ടികളെ എക്സിന് 0.3 കൊടുത്തേ നിങ്ങൾ. നമ്മൾ ഇവിടെ കോസ് 10πx ഇല്ലേ നമ്മുടെ റിലേഷനിൽ, കോസ് 10πx, അവിടെ എക്സിന് നിങ്ങൾ എന്ത് കൊടുക്കൂ, 0.3 കൊടുക്കും. എക്സിന് 0.3 കൊടുത്താൽ ഇവിടെ എന്താ സംഭവിക്കുക, കോസ് ഇവിടെ എഴുതിയേക്കാണോ, കാണും 10πxന് ഞാൻ 0.3 കൊടുത്തു. സോ ഇതെന്ത് വന്നു, കോസ് 3π വന്നു. കുട്ടികളെ കോസ് 3π എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താകുന്നു, കോസ് 2π + π അല്ലേ. ഓക്കെ. 2π എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി 0ന് തുല്യമല്ലേ. 2π എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്, 0ന് തുല്യമാണ്. സോ ഇത് എന്തിന് ഈക്വലായി, കോസ് π. കോസ് π എന്താകുന്നു, -1 ആകുന്നു. കോസ് π എന്താകുന്നു, -1 ആകുന്നു. സോ അവിടെ നിന്ന് എന്ത് മനസ്സിലായി, ഈ -1 ഇവിടെ കൊടുത്താൽ
ഓക്കെ, ഇവിടെ കോസിൻ്റെ വാല്യൂ -1, പിന്നെ തുടക്കത്തിലൊരു മൈനസ് ഉണ്ടല്ലോ, സോ മൈനസ് പ്ലസ് ആവുകയും ചെയ്യും. എന്ത് ചെയ്യും? വൈൻ്റെ മാഗ്നിറ്റ്യൂഡ് മാക്സിമം വരികയും ചെയ്യും. ഓക്കെ, സോ അത് ആൻറ്റിനോഡ് അപ്പോഴാകും എന്നുള്ളത് കാര്യം നമുക്കത് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത സി നോക്കിക്കേ, ഡി സി നമ്മൾ റോങ് ആണെന്ന് കൺഫേം ചെയ്തല്ലോ. നോഡ് ഒക്കേഴ്സ് അറ്റ് x = 0.15 മീറ്റർ. നിങ്ങൾ എക്സിന് ആ കോസ് 10π എക്സിലെ കോസ് 10π × 0.15 കൊടുത്തേടാ. സോ 10π × 0.15 എന്ന് പറഞ്ഞാൽ 1.5π അല്ലേ വരിക. കോസ് 1.5π, എടാ കോസ് 1.5π എന്ന് പറഞ്ഞാൽ 3/2π അല്ലേ. എടാ 3/2π എന്ന് പറഞ്ഞാൽ 270 അല്ലേ. 270ൽ കോസ് 0 അല്ലേ. 270ൽ കോസ് എന്താണ്? 0. അപ്പോൾ ഈ ഇക്വേഷൻ, വേവിൻ്റെ ഇക്വേഷൻ മൊത്തത്തിൽ 0 ആയില്ലേ. സോ അവിടെ ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ. അപ്പോൾ നോഡല്ലേ? നോഡാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാന്ന് മനസ്സിലായി? എയും ബിയും ഡിയും കറക്റ്റാണ്. ഏതാണ് റോങ്? സി. ഓക്കെ, സോ ഇതിങ്ങനെ ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏതാണ് എളുപ്പത്തിൽ ചെക്ക് ചെയ്യാൻ പറ്റും അത് ആദ്യം ചെക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് പിന്നെ അത് നമ്മുടെ ആൻസറിലേക്ക് എത്തുന്നില്ലെങ്കിൽ ബാക്കി പറയാം. കാരണം നീറ്റ് എക്സാമിന് എപ്പോഴും എന്തായിരിക്കും? ഒരു ഓപ്ഷന് ആൻസർ ഉണ്ടാവും. അപ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. For a certain organ pipe, 3 successive resonance frequencies are observed at 425 Hz, 595 Hz, 765 Hz respectively. If the speed of sound in air is 340 meter per second, the length of the pipe is. Okay. ഒരു ഓർഗൻ പൈപ്പിന് കോൺസിക്യൂട്ടീവായ സക്സസീവായ റെസൊണൻറ്റ് ഫ്രീക്വൻസീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ 425ഉം 595ഉം 765ഉം ആണ്. ഓക്കെ, ഏത് പൈപ്പാണെന്ന് പറയുന്നില്ല. ഏത് പൈപ്പാണെന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 2 പൈപ്പ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്ന് വെച്ച് നമ്മൾ ചെയ്ത് നോക്കണം. നമുക്ക് ആദ്യം ഏത് പൈപ്പ് എടുക്കാം? ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് എടുക്കാം. ക്ലോസ്ഡ് പൈപ്പാകുമ്പോൾ ഏത് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ? ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? ക്ലോസ്ഡ് പൈപ്പ് ആകുമ്പോൾ ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ. ഓഡ് ഹാർമോണിക്സ് ആകുമ്പോൾ 1, പിന്നെ 3, 5, 7 അങ്ങനെയല്ലേ വരിക. പക്ഷെ ഇവിടെ മിനിമം ഫ്രീക്വൻസി കൊടുത്ത 425 ആണ്. അത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആണോ നമുക്കറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാമെന്നറിയാം? ആ ഫ്രീക്വൻസിക്ക് ഞാൻ എന്ത് കൊടുക്കുകയാണ്? NF എന്ന് കൊടുക്കാം. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആയിരിക്കും F. ഓക്കെ, NF1 കൊടുത്തു. ഓക്കെ, പിന്നെയോ NF1 ഞാനപ്പോൾ എന്ത് കൊടുത്തു? 425 കൊടുത്തു. ചെക്ക് ചെയ്ത് നോക്കുകയാണ് കറക്റ്റ് ആവുന്നുണ്ടോ. എൻ്റെ നമുക്ക് അടുത്ത നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഓഡ് ഹാർമോണിക്സ് ആണെങ്കിൽ ഇനി അടുത്ത് n+1 വരാൻ പാടില്ലല്ലോ. ഓടാകുമ്പോൾ പിന്നെ 2 ആഡ് ചെയ്തിട്ടല്ലേ വരിക. 1 + 2 അല്ലേ 3. 1, 3, 5, 7 അങ്ങനെയല്ലേ വരിക. ഒരു ഓടിനോട് അടുത്ത 2 ആഡ് ചെയ്താലല്ലേ അടുത്ത ഓട് വരൂ. സോ n+2 × F2 കൊടുത്തു. അത് എത്ര ആയിരിക്കും? 595 ആയിരിക്കും. ഓക്കെ, ഇനി n+4 × F2 അല്ലേ F1. ഓക്കെ, F1 ആയിരിക്കും എന്ത് വരേണ്ടത്? 765 വരേണ്ടത്. ഈ ഓർഡറിലല്ലേ വരേണ്ടത്. എന്നാലല്ലേ ഓട് വരും. ഓക്കെ, ഇനി ഇത് ഓഡ് ഹാർമോണിക്സ് ആണെന്ന് ചെക്ക് ചെയ്യാൻ, കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ നമുക്ക് ഒരു ഇൻറ്റിജർ കറക്റ്റ് കിട്ടണം. ഓഡ് ഇൻറ്റിജർ കിട്ടണം. ഓക്കെ, സോ ഞാൻ ഇതിന് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക, ഇതിന് 1 കൊടുക്കുക, ഇതിന് 3 കൊടുക്കുക. നിങ്ങൾ ഏതെങ്കിലും 2 ഡിവൈഡ് ചെയ്യാം. 2/1 ചെയ്ത് നോക്കൂ. സോ 2/1 ചെയ്താൽ എന്ത് സംഭവിക്കും? F1 ക്യാൻസൽ ആകും. n+2/n = 2/1 അല്ലേ ചെയ്ത കുട്ടികളെ? 595 എന്ത് വരും? 425 വരും. ശരിയല്ല? ഓക്കെ, സോ ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സോ 1+2/n = 595ലും 425ലും 25 എന്തായാലും പോവില്ലല്ലോ. 425ൽ ഓക്കെയാണ്, 595ൽ 25 പോവില്ലല്ലോ. അപ്പോൾ നമുക്ക് 5 വെച്ച് നോക്കാം. 595ൽ എത്ര 5 വരുമെടാ? 595ൽ എത്ര 5 ഉണ്ടാകും? 600ൽ എത്ര 5 ഉണ്ട്? അത് നോക്കിക്കാം. 600ൽ എത്ര 5 ഉണ്ട്? 500ൽ 105 ഉണ്ട്. പിന്നെയോ പിന്നൊരു 100 ആകുമ്പോൾ 620, അപ്പോൾ ഒന്ന് കുറവുണ്ടാവും. 119 വരിക. 119. ഓക്കെ, 425ൽ എത്ര 5 ഉണ്ട്? 400ൽ എത്ര 5 വരിക? 8 × 5 അല്ലേ 40. സോ 8 വരും. 25ൽ 5, സോ 85 വരും. ഓക്കെ, സോ 119/85. സോ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? 2/n ഇവിടെ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? 119/85 -1 കൊടുത്തു.
ഓക്കെ. സോ 119 മൈനസ് 85 എത്ര വരിക? 119 മൈനസ് 85 2/n ഈക്വൽ ടു 119 മൈനസ് 85 ഇങ്ങനെയല്ലേ വരും ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ? 119 കാണുന്നില്ലേ? അയ്യോ കാണുന്നില്ല 119 മൈനസ് 85/85 വരും. ഓക്കെ, 9 5 പോയാൽ 4 വരും. സോ 2/n ഈക്വൽ ടു 4. ഓക്കെ, 11 34 വരും അല്ലേ? 34/85. ഓക്കെ, സോ n എത്ര വരും? n ഈക്വൽ ടു 85 ഇൻറ്റു 2 ഇൻറ്റു 85/34 വരും. സോ 2 ഇൻറ്റു 85 170/34. 170/34 എത്രയാടാ? 170/34 170 34 10 34 340 340യുടെ ഹാഫ് അല്ലേ 170? സോ 5 വരും. സോ n എത്ര വരും? 5 വരും. സോ ഇതെന്താണെന്ന് മനസ്സിലായി? ഫിഫ്ത്ത് ഹാർമോണിക്കാണ് 425 എന്ന് മനസ്സിലായി. 425 എന്താണ്? ഫിഫ്ത്ത് ഹാർമോണിക്കാണ്. അപ്പോൾ ഫൈൻ, അതായത് എന്നിന് 5 അല്ലേ വരുന്നത്? 5f1 425. സോ n+2 ഇൻറ്റു f1 എന്നുള്ളത് എന്തായി? 7th ഹാർമോണിക്കായി. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഹാർമോണിക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി? 5th 7th 9th ഹാർമോണിക്സ് ആണ് കൊടുത്തേക്കുന്നത്. 425ഉം 595ഉം 7 എത്രയായിരുന്നു 765. ശരിയല്ലേ? സോ ഇനിയിപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് 30 m/s, ഹാസ് 340 m/s. ലെങ്ത് ഓഫ് ദ പൈപ്പിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടുന്ന് ഫിഫ്ത്ത് ഹാർമോണിക്ക് 425 എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി 5f1 അല്ലേ? സോ 5f1 425 ആണ്. ഓക്കെ, സോ f1 എന്ത് വരും? 425/5. 425/5 ചെയ്താൽ എത്ര വരിക? നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത 85 അല്ലേ കിട്ടിയത്? സോ ഫസ്റ്റ് ഹാർമോണിക്ക് 85 ആണ് ഫ്രീക്വൻസി വരുന്നത്. സോ ഇതേതാ പൈപ്പ് നമ്മളെടുത്തത്? ക്ലോസ്ഡ് പൈപ്പാണ്. സോ ക്ലോസ്ഡ് പൈപ്പ് ആകുമ്പോൾ എന്ത് വരും? ഫണ്ടമെൻ്റൽ V/4L അല്ലേ? V/4L ഈക്വൽ ടു 85. സോ L അല്ലേ ചോദിച്ചേക്കുന്നത്? സോ L ഈക്വൽ ടു എല്ലാം കൊണ്ട് പോയി V/4 ഇൻറ്റു 85 വരും. ശരിയല്ലേ? V എത്രയാകുന്നു? 340. 340/4 ഇൻറ്റു 85. 340/4 ഇൻറ്റു 85 കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര വരിക? അതാണ് ആൻസർ. ഓക്കെ, 4 ഇൻറ്റു 85 എത്രയാടാ? 4 ഇൻറ്റു 85 അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ ഏതാ വരുന്നത്? 4 ഇൻറ്റു 85 425. നമ്മളെ കാൽക്കുലേഷനിൽ എവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തേ. ചിന്ന മിസ്റ്റേക്ക്. n5 ആണ് നമുക്ക് കിട്ടുന്നത്, കറക്റ്റാണ്. സോ ഫിഫ്ത്ത് ഹാർമോണിക്ക് 425 ആണ്. ഇതേത് പൈപ്പ് എടുത്ത് നമ്മൾ ക്ലോസ്ഡ് പൈപ്പാണ്. സോ 5f1 425 ആണ്. സോ f1 85 ആണ്. ശരിയല്ലേ? V/4L 85. So L equal to V/4 into 85. 340 അല്ലേ സ്പീഡ് കൊടുത്തേക്കുന്നത്? 340/4 into 85. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതിയടാ. 340/4 into 85 4 കറക്റ്റാണെടാ. 4 into 80 340 4 into 5 കറക്റ്റാണ് വരിക. 340/340. സോ ലെങ്ത് എത്ര മീറ്ററാണ് വരിക? 1 മീറ്റർ. അപ്പോൾ ചില കുട്ടിക്ക് ഡൗട്ട് ഉണ്ടാവും, സാർ ആദ്യം ക്ലോസ്ഡ് പൈപ്പ് എടുത്തോണ്ടല്ലേ കറക്റ്റ് കിട്ടിയത്, ഇത് ഓപ്പൺ പൈപ്പാണെങ്കിലോ ഡൗട്ട് ഉണ്ടാ? ഓക്കെ, ഓപ്പൺ പൈപ്പ് ആകുമ്പോൾ നമുക്ക് ഈ റേഷ്യോ എടുക്കുമ്പോൾ എന്ത് വരില്ല? കറക്റ്റ് ഒരു ഇൻറ്റിജർ കിട്ടില്ല. ഓപ്പൺ പൈപ്പ് ആകുമ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ കറക്റ്റ് ഒരു ഇൻറ്റിജർ കിട്ടില്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓപ്പൺ പൈപ്പ്. ഓക്കെ, ഓപ്പൺ പൈപ്പ് ആകുമ്പോൾ എന്ത് ഹാർമോണിക്സേ ഉണ്ടാകൂ? ഓപ്പൺ പൈപ്പ് ആകുമ്പോൾ എല്ലാ ഹാർമോണിക്സും ഉണ്ടാകും. ഓൾ ഹാർമോണിക്സ് ആർ പ്രസൻറ്റ് അല്ലേ? അങ്ങനെയല്ലേ പഠിച്ചേ? ഓപ്പൺ പൈപ്പ് ആകുമ്പോൾ ഓൾ ഹാർമോണിക്സ് ആർ പ്രസൻറ്റ്, എല്ലാ ഹാർമോണിക്സും പ്രസൻ്റ് ആയിരിക്കും. ശരിയല്ലേ? സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? എന്ത് ചെയ്യാം? ഓൾ ഹാർമോണിക്സ് ആകുമ്പോൾ
എൻ അത് എത്രാമത്തെ ഹാർമോണിക്കാണ് നമുക്കറിയില്ല. സോ എൻ എഫ് 1 425. അടുത്ത എന്തായിരിക്കും എൻ പ്ലസ് 1 ഇൻറ്റു എഫ് 1 എന്തായിരിക്കും? അടുത്ത രണ്ടാമത്തെ എത്രയായിരുന്നു? 595 അല്ലേ? 595. ഓക്കെ. ഇനി മൂന്നാമത്തെ വേണം നിർബന്ധമില്ല. ഓക്കെ. കാരണം എന്ത് ചെയ്യും, എന്നെ ഇപ്പോൾ ഇത് 5th ആണ്, അടുത്ത 6th ആയിരിക്കും. അപ്പോൾ +1 ആഡ് ചെയ്ത് പോകണ്ട, എല്ലാ ഹാർമോണിക്സും അല്ലേ. ഇതിൻ്റെ റേഷ്യോ ഒന്ന് കണ്ടുപിടിച്ച് നോക്ക് നിങ്ങൾ. എൻ പ്ലസ് 1/n ഈക്വൽ ടു 595/425. 595/425 നമ്മൾ നേരത്തെ ചെയ്തു. 119 എത്രയായിരുന്നു? 85 അല്ലേ? ഓക്കെ. സോ ഇവിടെ 1 + 1/n ഈക്വൽ ടു 119/85 വരും. സോ 1/n ഈക്വൽ ടു 119/85 -1 നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇത് എത്രയായിരുന്നു കിട്ടിയത്? 34/85 വരും. സോ 1/n എത്ര വരും? അപ്പോൾ n ഈക്വൽ ടു 85/34 വരും. 85/34 ഒരിക്കലും ഒരു സിംഗിൾ എന്താ പറയുക ഇൻറ്റിജർ അല്ലല്ലോ വരിക, ഡെസിമലുള്ള നമ്പർ അല്ലേ വരിക, റാഷണൽ അല്ലേ? ഓക്കെ, സോറി ഇറാഷണൽ അല്ലേ? 35/84 85/34 85/34 ഒരു 2.5 ഒക്കെ അല്ലേ വരിക. സോ ഇതെന്താവില്ല, ഇത് കറക്റ്റ് ഒരു ഇൻറ്റിജർ വരില്ല. സോ ഇത് ഏത് പൈപ്പ് ആവില്ല? കാരണം ഓൾ ഹാർമോണിക്സ് ആണെങ്കിൽ 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 4, 4 കഴിഞ്ഞാൽ 5 അങ്ങനെയല്ലേ വരേണ്ടത്. 2.something വരാൻ പാടുണ്ടോ? സോ ഇത് എന്ത് പൈപ്പ് അല്ല എന്ന് മനസ്സിലായി. ഈ ക്വസ്റ്റ്യനിലുള്ളത് സാധനം എന്തല്ല, ഓപ്പൺ പൈപ്പ് അല്ല എന്ന് മനസ്സിലായി. ഓക്കെ. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ആ 425, 595, 765 ആ മൂന്നെണ്ണം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒന്നിൻ്റെ കോമൺ മൾട്ടിപ്പിൾസ് ആണോ, സക്സസീവ് മൾട്ടിപ്പിൾസ് ആണോ ഇത് വരുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ. സോ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് ക്ലോസ്ഡ് ആയിരിക്കും, ക്ലോസ്ഡ് പൈപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ ഓപ്പൺ പൈപ്പ് ആവാൻ സാധ്യതയുള്ളൂ. ഏതെങ്കിലും ഒരാളുടെ കണ്ടിന്യൂസ് മൾട്ടിപ്പിൾ ആയി വരാൻ സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ഓപ്പൺ പൈപ്പ് ആവുള്ളൂ എന്നർത്ഥം. ക്ലിയർ ആയില്ലേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ സോഴ്സ് ഓഫ് സൗണ്ട് ഓഫ് ഫ്രീക്വൻസി 600 Hz ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് വാട്ടർ. സ്പീഡ് ഓഫ് സൗണ്ട് in water is 1500 meter per second and in air is 300 meter per second. Frequency of sound recorded by an observer who is standing in air is. കുട്ടികളെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. എന്താ പഠിച്ചിട്ടുണ്ടാവുക? ഫ്രീക്വൻസി ഈസ് ഇൻഹെറൻറ്റ് പ്രോപ്പർട്ടി ഓഫ് എ വേവ്. എങ്ങനെ? ഫ്രീക്വൻസി ഈസ് ഇൻഹെറൻറ്റ് പ്രോപ്പർട്ടി ഓഫ് എ വേവ്. ഫ്രീക്വൻസി മീഡിയത്തിനെയോ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യില്ല. കാരണം ഫ്രീക്വൻസി എപ്പോഴും എന്തായിരിക്കും? ഒരു വേവിന് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഫ്രീക്വൻസി മീഡിയം മാറി എന്നുള്ളത് കൊണ്ട് ഫ്രീക്വൻസിക്ക് എന്ത് വരില്ല? മാറ്റം വരില്ല. ഓക്കെ. സോ ഫ്രീക്വൻസി ഡസ് നോട്ട് ചേഞ്ച് ആൻ 600 Hz അല്ലേ? സോ ഫൈനലിയും അതായത് എയറിൽ 600 ആണ്, വാട്ടറിലും 600 ആയിരിക്കും. ഫ്രീക്വൻസിക്ക് മാറ്റം വരില്ല. അതേസമയം എന്തിനൊക്കെ മാറ്റം വരാം? ഇൻറ്റൻസിറ്റിക്ക് മാറ്റം വരാം, അതേപോലെ പിന്നെ ഇൻറ്റൻസിറ്റിക്ക് മാറ്റം വരാം, ലൗഡ്നെസ്സിന് മാറ്റം വരാം, പിന്നെ വേവ് ലെങ്ത്തിന് മാറ്റം വരാം, വെലോസിറ്റിക്ക് മാറ്റം വരാം, ഇതിനൊക്കെ മാറ്റം വരാം. എന്തിന് മാറ്റം വരില്ല? ഫ്രീക്വൻസിക്ക് മാറ്റം വരില്ല. ഫ്രീക്വൻസി ഈസ് ഇൻഹെറൻറ്റ് പ്രോപ്പർട്ടി, അതായത് ഐഡൻറ്റിറ്റിയാണ്. എന്താണ്? ഐഡൻറ്റിറ്റിയാണ്. ഒരു വേവിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഫ്രീക്വൻസി. ഇറ്റ് വിൽ നോട്ട് ചേഞ്ച്, ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ദ മീഡിയം. ഓക്കെ. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, 600 Hz തന്നെയാണ് വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ പ്ലെയിൻ പ്രോഗ്രസീവ് ഹാർമോണിക് വേവ്, ഇവിടെ ഒരു കോമ വേണം അല്ലേ? പാർട്ടിക്കിൾ സ്പീഡ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ വേവ് സ്പീഡ്. പാർട്ടിക്കിൾ സ്പീഡ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ വേവ് സ്പീഡ്. കുട്ടികളെ വേവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു മീഡിയത്തിൽ വേവ് സ്പീഡിൻ്റെ ജനറൽ ഫോർമുല V ഈക്വൽ ടു ω/k ആണ്. ഓക്കെ. ആൻഡ് പാർട്ടിക്കിൾ സ്പീഡ് ഓൾവേസ് ലെസ് ദാൻ ദി വേവ് സ്പീഡാണ്. ഓക്കെ. മാക്സിമം പാർട്ടിക്കിൾസ്, അതായത് പ്രോഗ്രസീവ് ഹാർമോണിക് വേവ് ആകുമ്പോൾ പാർട്ടിക്കിൾസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും. സോ പാർട്ടിക്കിളിൻ്റെ ജനറൽ ഫോർമുല, പാർട്ടിക്കിൾ വെലോസിറ്റിയുടെ ജനറൽ ഫോർമുല ω√A² - x², അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ω√A² - y². അതായത് ഏത് ഡയറക്ഷനിലാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും. സാധാരണ വേവിൻ്റെ ഇക്വേഷൻ പറയുമ്പോൾ വേവിൻ്റെ പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷൻ അലോങ് y ആക്സിസ് ആയിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് A² - y² എന്നുള്ള ഇക്വേഷൻ എടുക്കുന്നതാണ് ബെസ്റ്റ്. ഇതാണ് പാർട്ടിക്കിൾ സ്പീഡ്. ഓക്കെ. സോ പാർട്ടിക്കിൾ സ്പീഡ് ഓൾവേസ് ലെസ് ദാൻ ദ വേവ് സ്പീഡ്. പാർട്ടിക്കിൾ സ്പീഡ് വേവ് സ്പീഡിനേക്കാളും എപ്പോഴും ലെസ് ദാൻ ആയിരിക്കും.
അങ്ങനെയാണെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താണെന്ന് ചോദ്യം. ഈഫ് ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? സോ മാക്സിമം പാർട്ടിക്കിൾ സ്പീഡ് എന്തായിരിക്കും? മാക്സിമം പാർട്ടിക്കിൾ സ്പീഡ് വി പി ഈക്വൽ ടു ഒമേഗ എ അല്ലെങ്കിൽ എ ഒമേഗ എന്നല്ലേ നമ്മൾ എടുക്കുക. എന്തിനാണ് സാർ ഇവിടെ മാക്സിമം പാർട്ടിക്കിൾ സ്പീഡ് എടുത്തത്? അതായത് പാർട്ടിക്കിൾ നോഡിലാണെങ്കിൽ റെസ്റ്റിലല്ലേ, അപ്പോൾ പാർട്ടിക്കിൾ സ്പീഡ് ഇല്ലല്ലോ. അപ്പോൾ എപ്പോഴും വേവ് സ്പീഡിനേക്കാളും പാർട്ടിക്കിൾ സ്പീഡ് കൂടുതൽ എന്ന് പറയണമെങ്കിൽ അത് പാർട്ടിക്കിൾ സ്പീഡിൻ്റെ മാക്സിമം വാല്യൂ ആയിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. കാരണം എല്ലാ പാർട്ടിക്കിളും എന്ത് ചെയ്യുന്നില്ല, ഒരേപോലെ വൈബ്രേറ്റ് ചെയ്യുന്നില്ല. നോഡിലുള്ള പാർട്ടിക്കിൾസ് അറ്റ് റെസ്റ്റ് അല്ലേ. ഓക്കെ, അതാണ് സംഭവം. സോ മാക്സിമം പാർട്ടിക്കിൾ സ്പീഡ് വി പി ഈക്വൽ ടു ഒമേഗ. പിന്നെ ഇവിടെ ആംപ്ലിറ്റ്യൂഡിൻ്റെ കാര്യം പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ് ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്നൊക്കെയാണ് ഓപ്ഷൻ. സോ ആംപ്ലിറ്റ്യൂഡ് വരണമെങ്കിൽ ഒമേഗ എ എന്നുള്ള റിലേഷൻ എടുക്കണം. ഓക്കെ, സോ ഇനി പാർട്ടിക്കിൾ സ്പീഡ് ഓൾവേസ് ലെസ് ദാൻ വേവ് സ്പീഡ് എന്നല്ലേ കൊടുത്ത് അതിൻ്റെ കണ്ടീഷനാണ് നോക്കേണ്ടത്. അപ്പോൾ ഒമേഗ എ ലെസ് ദാൻ എന്ത് വരണം? ഒമേഗ ബൈ കെ. കുട്ടികളെ ഒമേഗ വെട്ടിയില്ലേ? ക്വസ്റ്റ്യൻ്റെ കണ്ടീഷനെ ഞാൻ എടുത്തിട്ടുള്ളൂ, വേറൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എ ലെസ് ദാൻ 1/k എന്ന് പറഞ്ഞാൽ കെ എന്ന് പറഞ്ഞാൽ 2π/λ അല്ലേ? കെ എന്ന് പറഞ്ഞാൽ 2π/λ. ഓക്കെ, സോ ആംപ്ലിറ്റ്യൂഡ് ലെസ് ദാൻ ലാംഡ മേലെ കയറിയില്ലേ, λ/2π. സോ എ ലെസ് ദാൻ λ/2π. വിച്ച് ഓപ്ഷൻ വിൽ ബി ദ റൈറ്റ് വൺ? ഓപ്ഷൻ എ. സിമ്പിൾ അല്ലേ? അതായത് ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്തു, വേറൊന്നും ചെയ്തിട്ടില്ല, ഇത്രയേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The speed of sound wave in a gas in which two waves of wavelengths 1 meter and 1.02 meter produce 6 beats per second. ഒരു ഗ്യാസിലെ സൗണ്ടിൻ്റെ സ്പീഡ്, രണ്ട് വേവ് ഉണ്ട്, വേവ് ലെങ്ത് ഡിഫറൻ്റ് ആണ്, 1 മീറ്ററും 1.02 മീറ്ററുമാണ്. എത്ര ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ആ രണ്ട് സൗണ്ട് വേവും 6 ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? രണ്ട് പേരുടെയും ഫ്രീക്വൻസി ഡിഫറൻസ് എത്രയാണ്? 6 ബീറ്റ്സ് ആണ് എന്നർത്ഥം. സോ F1 മൈനസ് F2വിൻ്റെ മാഗ്നിറ്റ്യൂഡ് 6 ആണ് എന്നർത്ഥം. ശരിയല്ലേ? ഓക്കെ, നമുക്ക് ഫ്രീക്വൻസിയെ വെലോസിറ്റി ബൈ വേവ് ലെങ്ത് എന്ന് പറയാലോ. സോ V/λ1 മൈനസ് V/λ2ൻ്റെ മാഗ്നിറ്റ്യൂഡ് 6 ആണ്. കുട്ടികളെ ഒരേ ഗ്യാസ് ആണെങ്കിൽ നിങ്ങൾ V1 V2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. കാരണം ഒരു ഗ്യാസിൽ അറ്റ് എ ടെമ്പറേച്ചർ ഒരേ സ്പീഡായിരിക്കും സൗണ്ടിന് ഉണ്ടാവുക. സോ അവിടെ നിങ്ങൾ V1 V2 എന്ന് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ V തന്നെ കൊടുത്തത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ V ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? V പുറത്തേക്ക് എടുക്കാമല്ലോ. V പുറത്തേക്ക് എടുത്താൽ 1/λ1 മൈനസ് 1/λ2 ഈക്വൽ ടു 6 വരും. ഇനി λ1 λ2 ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടല്ലോ ഡാറ്റ, നേരെ അപ്ലൈ ചെയ്താൽ മതിയല്ലോ. ഓക്കെ, V ഇൻറ്റു 1/λ1 1 മൈനസ് 1/1.02 ഈക്വൽ ടു 6. V ഇൻറ്റു 1.02 മൈനസ് 1 എത്ര വരും? ക്രോസ് ചെയ്താൽ 0.2 ബൈ താഴെ 1 ഇൻറ്റു 1.02 1.02 ഈക്വൽ ടു 6. 100 വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്തോടെ കുട്ടികളെ. സോ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മേലെ 2 താഴെ 102 ഈക്വൽ ടു 6. ഓക്കെ, സോ V ഈക്വൽ ടു എന്തായി? 2 അങ്ങോട്ട് പോയണോ? 2 അങ്ങോട്ട് പോയി, 2 താഴേക്ക് വന്നു. സോ 6 ഇൻറ്റു 102/2. ഓക്കെ, 2ഉം 6ഉം കൂടെ ക്യാൻസൽ ചെയ്തൂടെ. സോ മേലെ 3 വരും. 3 ഇൻറ്റു 102 എത്രയാടാ? 306 മീറ്റർ പെർ സെക്കൻഡ്. ആൻസർ ഓപ്ഷനിലില്ലേ? ഓപ്ഷൻ ബി. ഓക്കെ, കാൽക്കുലേഷൻ സിമ്പിളാണ്, സിമ്പിളായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, കൺസെപ്റ്റ് അതായത് ഫുൾ മൈൻഡിലാണ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, കമൻറ്റ് ഞാൻ കാണുന്നതിനനുസരിച്ച് റിപ്ലൈ തരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A source of frequency 10 kHz when vibrated over the mouth of a closed organ pipe is in unison at 300 Kelvin. എന്താണ് ഇൻ യൂണീസൺ എന്ന് പറഞ്ഞാൽ? അതായത് പിന്നെ ഈ ട്യൂണിങ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസിയും ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൽ നിന്ന് ആ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ആളുടെ ഫ്രീക്വൻസിയും റെസൊണൻസിലാണ് എന്നർത്ഥം. ഒരേ രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ദ ബീറ്റ്സ് പ്രൊഡ്യൂസ്ഡ് വെൻ ടെമ്പറേച്ചർ റൈസസ് ബൈ 1 Kelvin ഈസ്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ 1 Kelvin ഇൻക്രീസ് ചെയ്താൽ എത്ര ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പോൾ 300 കെൽവിനിലുള്ള ഫ്രീക്വൻസിയും പിന്നെ 301 കെൽവിനിലുള്ള ഫ്രീക്വൻസിയുടെയും ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ ബീറ്റ് കിട്ടുമല്ലോ. കിട്ടും. ഓക്കെ കുട്ടികളെ, ഈ സൗണ്ടിൻ്റെ സ്പീഡല്ലേ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിനകത്ത് സൗണ്ടല്ലേ ഉണ്ടാവുക. സോ ഫ്രീക്വൻസിയെ നമുക്ക് വെലോസിറ്റി ബൈ വേവ് ലെങ്ത് എന്ന് പറയാം.
വി ബൈ ലാംഡ. ഓക്കെ, വി സൗണ്ടിൻ്റെ വി ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് ഗാമ ആർ ടി ബൈ എം ഓൾ ഡിവൈഡഡ് ബൈ ലാംഡ. കുഴപ്പമൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. സോ ഇവിടുന്ന് ഫ്രീക്വൻസിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ കിട്ടി. എങ്ങനെ കിട്ടി? ഫ്രീക്വൻസി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി എന്ന് കിട്ടി. ശരിയല്ലേ? ഗാമയും ആറും എമ്മും ലാംഡയൊക്കെ കോൺസ്റ്റൻസ് ആണ്. കാരണം ഒരു സോഴ്സിന് ലാംഡ സെയിം ആയിരിക്കും, പിന്നെ ഒരു ഗ്യാസിന് എമ്മും ആറും ഗാമയൊക്കെ സെയിം ആയിരിക്കും, പിന്നെ ടെമ്പറേച്ചറിന് മാത്രമേ ഇവിടെ ചേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ എഫ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി അല്ലേ? ഇനി നിങ്ങൾ യൂണിറ്റ് മെഷർമെൻറ്റ് ചെയ്ത കലാപരിപാടി ഡെൽറ്റ എഫ് ബൈ എഫ് ഈക്വൽ ടു ടിയുടെ പവറിൽ 1/2 അല്ലേ ഉള്ളത്. സോ ഹാഫ് ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടി, ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി ഡെൽറ്റ എഫ് ബൈ എഫ് എത്രയാണ്? ഇനീഷ്യൽ 10 കിലോ ഹെഡ്സ്. 10 കിലോ ഹെഡ്സിനെ 10,000 എന്ന് വേണമെങ്കിൽ എഴുതാം, 10 × 10⁻³ ഓക്കെ, ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡെൽറ്റ ടി ടെമ്പറേച്ചർ ചേഞ്ച് 1 കെൽവിൻ അല്ലേ, ബൈ ടി ഇനീഷ്യൽ ടെമ്പറേച്ചർ 300 അല്ലേ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എഫ് ഇതാ കിട്ടുന്നു. ഈ 10 × 10⁻³ അങ്ങോട്ട് പോട്ടെ. 10 × 10⁻³ ഞാൻ 1000 ആക്കി, ഡിവൈഡഡ് ബൈ 2 × 300. ഇനി ഇത് 2 0 പോയി, 2 0 പോയി, 10ഉം 2ഉം പോയപ്പോൾ 5 ആയി. സോ മേലെ 50/3 ഇതാണ് ഫ്രീക്വൻസി ഡിഫറൻസ്. എടാ ഡെൽറ്റ എഫ് എന്ന് പറഞ്ഞാൽ F1 - F2 അല്ലെങ്കിൽ F2 - F1 അല്ലേ, മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ, F2 - ഒക്കെ ടെമ്പറേച്ചർ കൂടുമ്പോൾ F2 ആയിരിക്കും കൂടുതലുണ്ടാവും കേട്ടോ. എന്തെങ്കിലും ആയിക്കോട്ടെ. 50/3 കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര വരിക? 50/3 കാൽക്കുലേറ്റ് ചെയ്താൽ 16.6666 ഹെഡ്സ് വരും. സോ 16.67 ഹെഡ്സ്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. ഓക്കെ, ഇവിടെ ചെറുതായിട്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ നമ്മൾ എറർ മെത്തേഡില്ല, പവർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന മെത്തേഡ്, അതെന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഫ്രീക്വൻസി ഡിഫറൻസ് ആയിരിക്കും എപ്പോഴും ബീറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. If λ1, λ2 and λ3 are the wavelengths of the waves giving resonance with the fundamental first and second overtones respectively of a closed organ pipe. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റലും ഫസ്റ്റും സെക്കൻഡും ഓവർടോൺസ്. ഓക്കെ, ദെൻ ദ റേഷ്യോ ഓഫ് വേവ് ലെങ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. λ1 λ2 λ3. കുട്ടികളെ ചിത്രം വരക്കണോ? വരക്കേണ്ട ആവശ്യമില്ല, എന്നാലും വരക്കാം. ഓക്കെ, 1 2 എത്ര ചിത്രം വേണം? 3 ചിത്രം വേണം അല്ലേ? റഫ് ഡയഗ്രാണ്, ചിത്രത്തിൻ്റെ ഭംഗി കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫണ്ടമെൻ്റൽ ആകുമ്പോൾ ഇങ്ങനെയല്ലേ ഉണ്ടാവുക? താഴെ നോഡ്, മേലെ ആൻറ്റി നോഡ്. ഓക്കെ, സോ വേവ് ലെങ്ത്തിൻ്റെ പകുതിയല്ലേ ഉള്ളത്. സോ ലെങ്ത് എന്തിന് ഈക്വലാണ്? λ/2. അപ്പോൾ ലാംഡ എന്തായി? 2L ആയി. ഓക്കെ, ഇനി അടുത്ത ഫസ്റ്റ് ആകുമ്പോൾ എന്താ വരിക? ഫസ്റ്റ് ആകുമ്പോൾ ഇവിടെ പുറത്ത് എപ്പോഴും ആൻറ്റി നോഡായിരിക്കും, താഴെ എപ്പോഴും എന്തായിരിക്കണം? നോഡും ആയിരിക്കണം. അപ്പോൾ 2 നോഡും 2 ആൻറ്റി നോഡും ഉണ്ടാവുക. ഓക്കെ, സോ ഇവിടെ ലെങ്ത് എന്താവുക? 3λ/2 വരും. ഓക്കെ, 3λ/2 അല്ലല്ലേ, 3λ/4 വരിക. λ/4 3λ/4 അല്ലേ വരിക. ഇവിടെയും λ/4 വരിക. ഇതാരാണ്? λ/2 എന്ന് എഴുതിയത്. സോ ഇവിടെ 4L വരും, ഇവിടെ 3λ/4 വരും, 3/4 വരിക. സോ ഇവിടെ ലാംഡ എന്താ വന്നത്? ഇവിടെ ലാംഡ വരെ എന്തായിരിക്കും? 4L/3 വരും. ഓക്കെ, അടുത്ത കേസിൽ ചിത്രം കുറച്ചും കൂടെ എന്ത് ചെയ്യും? ചെറുതാവും. ഓക്കെ, വേവ് ചെറുതാകും, കാരണം ലെങ്ത്തിൽ മാറ്റം, ലെങ്ത്ത് സെയിം ലെങ്ത് അല്ലേ. ഓക്കെ, ഗിവിങ് റെസൊണൻസ് വിത്ത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഒരേ ക്ലോസ്ഡ് പൈപ്പാണ്, അപ്പോൾ ലെങ്ത്തിൽ മാറ്റം വരുന്നില്ല. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഇനിയിപ്പോൾ നിങ്ങൾ ചിത്രം വരക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, സോ ഇവിടെ എന്ത് വരും? ലെങ്ത് എന്ത് വരും? 5λ/4 വരും, കാരണം ഓഡ് മൾട്ടിപ്പിൾ ഓഫ് λ/4 ആണല്ലോ. ഓക്കെ, സോ ലാംഡ എന്ത് വരും? ഇവിടെ ലാംഡ എന്ത് വരും? 4L/5 വരും. ഇത് λ1 കൊടുക്കാം, ഇത് λ2 കൊടുക്കാം, ഇത് λ3. സോ റേഷ്യോ എന്താണ്? λ1 λ2 λ3 ഈക്വൽ ടു 4L കോമൺ അല്ലേ, വെട്ടിപ്പോവും. 1:1/3:1/5. 1:1/3:1/5. So which option is the right answer? Option B.
ക്ലിയർ അല്ലേ? ഇനി ചില ഓപ്ഷനിൽ ഇങ്ങനെ തന്നെ വേണമെന്നില്ല. ഇത് മൊത്തത്തിൽ 5ഉം 3ഉം പിന്നെ എന്താണ് ഈ റേഷ്യോൻ്റെ LCM അല്ലേ, 5 × 3 15 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതെങ്ങനെ വരും എന്നറിയോ? 15 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 15:5 എന്ത് വരും? 3 വരും അല്ലേ? 15 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 15:5 വരും. ഓക്കെ, 15/3 5 ആണ്, 15/5 ഓക്കെ 3 ആണ്. സോ ചിലപ്പോൾ ഇങ്ങനെ ഓപ്ഷനിലുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഓക്കെ, അതായത് LCM വെച്ച് എന്ത് ചെയ്താൽ മതി, മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്തു നോക്കിയാൽ മതി. ഇവിടെ പിന്നെ അങ്ങനെയില്ല, എന്തായാലും പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്ട്രിങ് 1 ഹാസ് twice the length, twice the radius, twice the tension and twice the density of another string 2. Oh. The relation between fundamental frequencies of 1 and 2 is okay. അപ്പോൾ ഒന്നിന് രണ്ടാമത്തതിൻ്റെ എല്ലാ ഡബിളാണ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നിൻ്റെയും രണ്ടിൻ്റെയും ഫ്രീക്വൻസിയുടെ റേഷ്യോ ആണ് എന്ത് ചെയ്തത്, റിലേഷനാണ് ചോദിച്ചത്. റിലേഷൻ ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസീസ് ഓഫ് 1 and 2. ഓക്കെ, സോ എന്തെങ്കിലും ആവട്ടെ, സ്ട്രിങ് അല്ലേ, സ്ട്രിങ് ആകുമ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താ? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആകുമ്പോൾ V/ എന്താ വരിക, V/F കൊടുക്കണ്ട, F1 കൊടുക്കേണ്ട, കൺഫ്യൂഷൻ വരും. ഓക്കെ, ഇവിടെ കാരണം F1 2 രണ്ട് സ്ട്രിങ് അല്ലേ, V/2L ആണ് ഉണ്ടാവുക. ഓക്കെ, കാരണം ഇങ്ങനെയല്ലേ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി വരെ സ്ട്രിങ്ങിൽ ഇപ്പോൾ λ/2 ആ വരിക വേവ് ലെങ്ത് അല്ലേ, സോറി ലെങ്ത്ത് λ/2 ആ വരിക. സോ λ2L ആണ് വരിക. എത്ര വരിക, 2L ആണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ സ്ട്രിങ്ങിൻ്റെ സെൻറ്ററിൽ എന്ത് ചെയ്യുക, തട്ടുക, ഇതല്ലേ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. സോ F = V/2L വരും. F = V/2L. ഓക്കെ, ഇവിടെ വെലോസിറ്റി, സ്ട്രിങ്ങിലെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ, √T/μL മക്കളെ /2L. ഓക്കെ, ഇനി 1/2L √T/μ എന്നും കൊടുക്കാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ ഡെൻസിറ്റിയും റേഡിയസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ ഈ സാധനം വേണമെങ്കിൽ നിങ്ങൾ ചില ആൾക്കാർ ഇങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടാവും കേട്ടോ, അതുകൊണ്ട് ഞാൻ മാറ്റി ചെയ്താം 1/2L √T/μ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡെൻസിറ്റി ഉണ്ട്, പിന്നെ എന്തുണ്ട്, റേഡിയസ് ഉണ്ട്. സോ നമ്മൾ മ്യൂനെ മാറ്റണം. മ്യൂനെ ഞാൻ നേരത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ T/μ നമുക്ക് ഏരിയ ഇൻറ്റു ഡെൻസിറ്റി എന്ന് എടുക്കാം. മ്യൂനെ നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ ഇൻറ്റു ഡെൻസിറ്റി. ആ ഏരിയനെ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, πr² എന്ന് എടുക്കാം, സർക്കുലർ ക്രോസ് സെക്ഷൻ. സോ πr² റോ വരും അല്ലേ? ഓക്കെ, സോ ഫ്രീക്വൻസി പ്രൊപ്പോർഷണൽ ടു ടെൻഷനാണ് അത്. ഓക്കെ, ഇവിടെ എന്തൊക്കെ വേണം, ലെങ്ത്ത് ഡബിൾ ആവണമെന്ന് പറയുന്നുണ്ട്, റേഡിയസ് ഡബിൾ ആവെന്ന് പറയുന്നുണ്ട്, ടെൻഷനും ഡബിൾ ആവെന്ന് പറയുന്നത്, ഡെൻസിറ്റിയും ഡബിൾ ആവെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി പ്രൊപ്പോർഷണൽ ടു 1/L √T/r². ആറായിട്ട് പുറത്തേക്ക് എടുത്തൂടെ മക്കളെ, r² നമുക്ക് ആറായിട്ട് പുറത്തേക്ക് എടുക്കാം, ശരിയല്ലേ? സോ 1/LR റൂട്ട് എന്ത് വന്നു, T/ρ. പൈയൊക്കെ കോൺസ്റ്റൻ്റ് അല്ലേ, വേണ്ടല്ലോ. ഓക്കെ, സോ ഇതാണ് ആരുടേത്, രണ്ടാമത്തെ ആളുടെ ഫ്രീക്വൻസി. ഇതെങ്ങനെയാണ് രണ്ടാമത്തത് മനസ്സിലായത്, ഒന്നാമത്തതിൻ്റെ ഡബിളാണല്ലോ, സോറി ഒന്നിനാണല്ലോ രണ്ടിൻ്റെ മൊത്തം ഡബിൾ വരുന്നത്. സോ 2 നോർമലായിട്ട് എടുക്കുക, എന്തില്ല അയാൾക്ക് ചേഞ്ച് ഒന്നും ഇല്ല. ഓക്കെ, ഇനി ഒന്നാമത്തതിൻ്റെ കഥ എടുക്കുക. ഒന്നാമത്തതിന് ഇതൊക്കെ ഡബിളാണ്. സോ F1 പ്രൊപ്പോർഷണൽ ടു 1/ ലെങ്ത് ഡബിളായി 2L, റേഡിയസ് ഡബിളായി 2R, ടെൻഷൻ ഡബിളായി 2T, ഡെൻസിറ്റി ഡബിളായി 2ρ. അപ്പോൾ ഇവിടുന്ന് എന്ത് സംഭവിച്ച മക്കളെ, ഉള്ളിലുള്ള 2 വെട്ടിപ്പോയി. കാരണം ഉള്ളിൽ ടെൻഷൻ ഡബിൾ ആവുന്നതിനനുസരിച്ച് ഡെൻസിറ്റി ഡബിൾ ആവുന്നുണ്ട്. പിന്നെ പുറത്ത് താഴെ 2 എക്സ്ട്രാ വന്നിട്ടുണ്ട്, 4 എക്സ്ട്രാ വന്നിട്ടുണ്ട്, ശരിയല്ലേ? അതായത് F1 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി, F2/4 ആണെന്ന് മനസ്സിലായി. അതായത് F2 = എന്ത് മനസ്സിലായി, 4F1. കമ്പയർ ചെയ്താൽ മതി. സോ വിച്ച് ഓപ്ഷൻ വിൽ ബി ദ റൈറ്റ് വൺ, ഓപ്ഷൻ 3. ക്ലിയർ ആയില്ലേ, ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. അതായത് അതങ്ങടുത്ത് കമ്പയർ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 2 റിലേഷനാക്കി റേഷ്യോ എടുത്തും കണ്ടുപിടിക്കുക. ഒക്കെ ഓരോരുത്തരുടെ ഓരോ ഇഷ്ടമാണ്, കാൽക്കുലേഷൻ ഓരോരുത്തർക്കും ഓരോ ഐഡിയ ഉണ്ടാവില്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 pipes each have a wavelength, 2 pipes each have a wavelength 2 meter. One is closed at one end and the other is open at both ends. Okay, speed of sound in air is 340 meter per second. The frequency at which both can resonate is. 2 പൈപ്പ് ഉണ്ട്, 2 പേരുടെ ലെങ്ത് 2 meter ആണ്, സെയിം ലെങ്ത് ആണ്. ഓക്കെ, എന്താണ്, ഒരാളുടേത് ഒരു എൻഡ് ക്ലോസ്ഡ് ആണ്, മറ്റേ ആൾ ഓപ്പണുമാണ്.
ഓക്കെ, രണ്ട് സ്പീഡ് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് പേർക്കും റെസൊണൻസ് ഉണ്ടാകുന്ന ഫ്രീക്വൻസി ഏതാണെന്ന് ചോദ്യം. 340 ആണോ, 510 ആണോ, 42.5 ആണോ, അല്ലെങ്കിൽ ഇതൊന്നും അല്ലേ? അങ്ങനെയാണ് ഓപ്ഷൻ. നമ്മൾ ആദ്യം ക്ലോസ്ഡ് അല്ലേ ഉള്ളത്? ക്ലോസ്ഡ് ആണെന്ന് വിചാരിക്കുക. ക്ലോസ്ഡ് ആകുമ്പോൾ കുട്ടികളെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ക്ലോസ്ഡ് ആകുമ്പോൾ V/4L, ഓപ്പൺ ആകുമ്പോൾ V/2L. ഓക്കെ, അതൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, ഞാൻ നോക്കുന്നുണ്ട്. സോ F1 = V/4L. ഓക്കെ, സോ V എത്രയാണ്? 340 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 340/4 × 2, 340/8 അല്ലേ വരും മക്കളെ? 340/8 വേണമെങ്കിൽ നമുക്ക് 170/4 എന്ന് എഴുതാം, 85/2 എന്ന് എഴുതാം. സോ ഇത് 42.5 ആണ് വരിക ഫ്രീക്വൻസി. സോ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി 42.5 വരും, 42.5 വരും. പിന്നെ അടുത്ത എന്താ വരിക? അടുത്ത 3F1 ആ വരിക, പിന്നെ അടുത്ത 5F1 ആ വരിക, പിന്നെ അടുത്ത എത്ര വരിക? 7F1 ആ വരിക, പിന്നെ 9F1 ആണ് വരിക, പിന്നെ 11F1 ആണ് വരിക. അതായത് ഓഡ് മൾട്ടിപ്പിൾസ് മാത്രമല്ലേ വരൂ? ഓഡ് മൾട്ടിപ്പിൾസ് മാത്രമേ വരൂ. ഓക്കെ, ഇനി ഇവിടെയുള്ള ഓഡ് മൾട്ടിപ്പിൾസിൽ അപ്പോൾ പിന്നെ F1 42.5 വരുന്നുണ്ട്. ഓക്കെ, 340 ഒരിക്കലും ഓഡ് മൾട്ടിപ്പിൾ വരാൻ സാധ്യതയില്ലല്ലോ. 3F1 എന്ന് പറഞ്ഞാൽ 3 × 42.5, അതൊരിക്കലും 340 വരില്ല. 5F1 എന്ന് പറഞ്ഞാൽ 5 × 42.5, അതായത് 225, അതായത് 425ൻ്റെ പകുതിയാണ് വരിക. ഓക്കെ, 7F1 340 വരുമോ? 7, കാരണം 7 × 0.5 അവിടെ വരുമല്ലോ, അപ്പോൾ ഡെസിമൽ 0.5 എന്തായാലും വരും. സോ അപ്പോൾ 340 ആൻസർ കോമൺ ആയിട്ട് ക്ലോസ്ഡിന് 340 റെസൊണൻസ് ഒരിക്കലും നടക്കില്ല. 510 റെസൊണൻസ് നടക്കുമോ? 510 റെസൊണൻസ് നടക്കുമോ? 510 വരില്ലല്ലോ. 11F1 വന്നാൽ 1142 ഇല്ല. 11F1 കാരണം എപ്പോഴും ഓഡ് വരുന്നതുകൊണ്ട് 0.5 എന്തായാലും വരുമല്ലോ. ഓക്കെ, 13F1 ഒക്കെ വരാം. സോ ഒരിക്കലും എന്ത് വരില്ല? 510 വരില്ല. ഇനിയിപ്പോൾ പിന്നെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഒരേപോലെ വരുമോ നോക്കിയാൽ മതി. അതെന്തായാലും ഒരേപോലെ വരില്ലല്ലോ. എന്തുകൊണ്ട്? ഓപ്പൺ പൈപ്പ് ആണെങ്കിൽ F1 എന്താണ്? V/2L ആണ്. എടാ V/2L എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താകുന്നു? 340/2 × ലെങ്ത് 2 അല്ലേ? 340/4 ആണ്. 340/4 എന്ന് പറഞ്ഞാൽ 170/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 85 ഹെഡ്സ് ആണ് അല്ലേ? അപ്പോൾ F1 സെയിം ആവുന്നില്ലല്ലോ. സോ F1 42.5 വരില്ല. അപ്പോൾ ഏതാ ആൻസർ? നൺ ഓഫ് ദീസ്. ഓക്കെ, എന്താ കാര്യം എന്നറിയാം? രണ്ട് പേർക്കും ലെങ്ത് സെയിം ആണ്, പക്ഷേ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസീസ് ഏതില്ല? ഓഡ് ഹാർമോണിക്സ് മാത്രമേ ക്ലോസ്ഡിൽ, ഓൾ ഹാർമോണിക്സ് പ്രസൻ്റ് അല്ല. സോ രണ്ടും മാച്ച് ചെയ്ത് വരുന്നത് വളരെ മാച്ച് ചെയ്ത് വരില്ല തന്നെ പറയാം. നൺ ഓഫ് ദീസ് ആയിരിക്കും എന്ത് ആൻസർ വരുന്നത് എന്തായിരിക്കും? നൺ ഓഫ് ദീസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ആൻഡ് ഓപ്പൺ ഓർഗൻ പൈപ്പ് ഓഫ് സെയിം ലെങ്ത് പ്രൊഡ്യൂസ് 2 ബീഡ്സ് വെൻ ദേ ആർ സെറ്റ് ഇൻ ടു വൈബ്രേഷൻ സൈമൾട്ടേനിയസ്ലി. ഓക്കെ, ഇൻ ദെയർ ഫണ്ടമെൻ്റൽ മോഡ്. രണ്ടുപേരുടെയും ഫണ്ടമെൻ്റൽ മോഡിൽ വൈബ്രേറ്റ് ചെയ്തപ്പോൾ 2 ബീഡ്സ് ആണുള്ളത്, ഒരേ ലെങ്ത്തുമാണ്. ഓക്കെ, ലെങ്ത് ഓഫ് ഓപ്പൺ പൈപ്പ് ഈസ് നൗ ഹാവ്ഡ്. ഓപ്പൺ ഓർഗൻ പൈപ്പിൻ്റെ ലെങ്ത് ഹാഫും ആക്കി, ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെ ലെങ്ത് ഡബിളും ആക്കി. അങ്ങനെയാണെങ്കിൽ പുതിയ എത്ര ബീറ്റ്സ് ഉണ്ടാവുന്ന ചോദ്യം. അപ്പോൾ നമുക്ക് 2 കണ്ടീഷൻ വേറെ ചെയ്യാം. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പും ഓപ്പൺ ഓർഗൻ പൈപ്പും ഫ്രീക്വൻസീസ് അല്ലേ? സോ FC - FO മാഗ്നിറ്റ്യൂഡ് മോഡുലസ് ആണ് വേണ്ടത്, = 2. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ആകുമ്പോൾ V/4L മൈനസ് ഓപ്പൺ ആകുമ്പോൾ എന്ത്? V/2L. ലെങ്ത് സെയിം ആണല്ലോ. ഓക്കെ, = 2 വരും, മാഗ്നിറ്റ്യൂഡ് മതി. ഓക്കെ, V/4Lൻ്റെയും V/2Lൻ്റെയും ഡിഫറൻസ് എന്താ? കാലും അരേൻ്റെ ഡിഫറൻസ് കാലല്ലേ? സോ V/4L എന്താണ്? 2 ആണ്. ഓക്കെ, വേണമെങ്കിൽ V/Lന് നമുക്ക് 8 എന്ന് പറയാം. 4 അങ്ങോട്ട് കൊടുത്തു. സോ ഇതാണ് ആദ്യത്തെ ഡാറ്റയിൽ നിന്ന് കിട്ടിയത്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയ ഡാറ്റ. V/L 8 ആണ്. ഇനി അടുത്ത് എന്താ പറയുന്നത്? അടുത്തത് ലെങ്ത് ഓഫ് ഓപ്പൺ പൈപ്പ് ഹാഫായി, ക്ലോസ്ഡ് പൈപ്പ് ഡബിളും ആയി. അപ്പോൾ നമുക്ക് പുതിയ ഇത് വരില്ല. FC ഡാഷ് മൈനസ് FO ഡാഷ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം ആ ബീറ്റ് നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കണം. സോ V/4L
സി ഡാഷ് മൈനസ് വി ബൈ 2LO ഡാഷ്, കാരണം ലെങ്ത്തൊക്കെ എല്ലാവരുടെയും മാറിയില്ല, ലെങ്ത്തൊക്കെ എല്ലാവരുടെയും മാറി, ഈക്വൽ ടു വി ബൈ 4LC ഡാഷ്. ക്ലോസ്ഡ് പൈപ്പിൻ്റെ ലെങ്ത് എന്തായത്? ഓപ്പൺ പൈപ്പ് ഹാഫായി, ക്ലോസ്ഡ് പൈപ്പിൻ്റെത് എന്തുമായി? ഡബിളായി. അപ്പോൾ 4 × 2L വരും. മനസ്സിലായോ? വി ബൈ 4 × 2L മൈനസ് വി ബൈ 2 × ഓപ്പൺ പൈപ്പിൻ്റെ ലെങ്ത് എന്തായത്? ഹാഫായി, 2 × L/2 ആയി. മോഡുലസ് ആണ് വേണ്ടത് കേട്ടോ. സോ ഇവിടുന്ന് എന്ത് സംഭവിച്ചു? ഈ 2 വെട്ടിപ്പോയി. സോ ഇവിടെ എന്തായി എന്നറിയോ? വി ബൈ 8L മൈനസ് വി ബൈ എൽ. മോഡുലസ് വേണം. സോ മോഡുലസ് എന്ന് പറഞ്ഞാൽ ബിഗ്ഗർ മൈനസ് സ്മോളർ എടുത്താൽ മതി. സോ എന്ത് വരും? 7V/8L വരും. 7V/8L വരും. ഓക്കെ, കുട്ടികളെ പറഞ്ഞോ, V/L എന്താണ്? 8L. V/L എന്താണ്? 8 ആണ്. സോ 7/8 × 8 വെട്ടിപ്പോയില്ലേ? അപ്പോൾ എത്ര ബീറ്റാ കിട്ടണേ? 7 ബീറ്റ്സ് ആണ് കിട്ടുക. ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി അല്ലേ വേണ്ടേ? 8 വെട്ടിപ്പോയി. സോ എത്ര ബീറ്റ്സാണ് കിട്ടുക? 7 ബീറ്റ്സ് ആണ് കിട്ടുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, അതായത് ഒന്ന് ഓപ്പണും മറ്റേത് ക്ലോസ്ഡും ആണ്. രണ്ടുപേരുടെ ലെങ്ത് സെയിം ആണ്. തുടക്കത്തിൽ 2 ബീറ്റ്സാണ് ഉള്ളത്. ഫണ്ടമെൻ്റൽ മോഡ് 2 ബീറ്റ്സ്. ഓപ്പൺ പൈപ്പിൻ്റെ ലെങ്ത് ഹാഫും ക്ലോസ്ഡ് പൈപ്പിൻ്റെ ലെങ്ത് ഡബിളും ആക്കിയപ്പോൾ എത്ര ബീറ്റ് വരും? അപ്പോൾ ആ ഡിഫറൻസ്, പുതിയ ഡിഫറൻസ് 2 അല്ല, പിന്നെ എത്രയാണെന്ന ചോദ്യം. എത്ര വരിക? 7 വന്നോ? ഓക്കെ, ഒന്നുമില്ല. ക്വസ്റ്റ്യനിൽ പറഞ്ഞ സാധനം നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാം. ഓക്കെ, ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എൻ ഓപ്പൺ ഓർഗൻ പൈപ്പ് ഓഫ് ലെങ്ത് L ഈസ് സൗണ്ടഡ് ടുഗെദർ വിത്ത് അനദർ ഓപ്പൺ ഓർഗൻ പൈപ്പ് ഓഫ് ലെങ്ത് L plus X in their fundamental tones. ഓഹോ, സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് V. The beat frequency heard will be. എങ്ങനെ? ഓപ്പൺ ഓർഗൻ പൈപ്പും ഉണ്ട്, ക്ലോസ്ഡ് ഓർഗൻ പൈപ്പും ഉണ്ട്. ഇല്ല. എനദർ ഓപ്പൺ പൈപ്പോ ലെങ്ത് കുറച്ച് ഡിഫറൻസാണ്. L plus X. രണ്ടുപേരും ഫണ്ടമെൻ്റൽ ടോൺസിലാണ് ഉള്ളത്. ഓക്കെ, സൗണ്ട് സ്പീഡ് V ആണെങ്കിൽ ബീറ്റ് ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ, കാരണം ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, സോ F1 മൈനസ് F2വിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം അല്ലേ? ഓപ്പൺ പൈപ്പ് ആകുമ്പോൾ V/2L അല്ലേ മക്കളെ വരിക? സോ V/2L മൈനസ് V/2L plus X. കാരണം ലെങ്ത് എന്തായി? X കൂടി എന്നല്ലേ ക്വസ്റ്റ്യൻ അനുസരിച്ച് മനസ്സിലായത്? L plus X. ഓക്കെ, സോൾവ് ചെയ്തെടുത്താൽ മതി. മാഗ്നിറ്റ്യൂഡാണ് വേണ്ടത്. എല്ലാ സ്ഥലത്തും മോഡലസ് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, നമുക്ക് V/L പുറത്തെടുക്കാൻ പറ്റും, കാരണം ഓപ്ഷനിലൊക്കെ V/L V/L² കാണുന്നുണ്ട് അല്ലേ? ഓക്കെ, V/L പുറത്തെടുക്കാൻ പറ്റുമോ നോക്കാം. എന്ത് ചെയ്യാന്നറിയോ? V/2L ഇവിടെ എടുത്തു, കാരണം അപ്പുറത്ത് L ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഒരു L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, L ഡിവൈഡും ചെയ്തു. അപ്പോൾ 2L × L plus X/L കൊടുത്തു. മോഡുലസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്, വേറെ പണിയൊന്നുമില്ല, കുറച്ച് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട് എന്ന് മാത്രം. സോ F1 മൈനസ് F2 ഈക്വൽ ടു, മാഗ്നിറ്റ്യൂഡ് എഴുതേണ്ട ആവശ്യമില്ലല്ലോ, V/L ഞാൻ പുറത്തെടുത്തേ. V/2L നമുക്ക് പുറത്തെടുക്കാം അല്ലേ? V/2L പുറത്തെടുത്തു. അപ്പോൾ ബ്രാക്കറ്റിൽ എന്താ ഉണ്ടാവുക? ഇവിടെ 1 ഉണ്ടാകും, അപ്പുറത്ത് എന്ത് വരും? 1/L plus X/L വരും. ശരിയല്ലേ? L plus X/L. ഓക്കെ, അവിടെ നമുക്ക് 1 plus L/L 1 വന്നു, 1 plus X/L എന്ന് കൊടുക്കാമല്ലോ. ഓക്കെ, V/2L × 1 മൈനസ്, ഈ സാധനം ഒന്ന് മുകളിലേക്ക് കൊണ്ടുവന്നു, ഇവിടെ പവറിൽ മൈനസ് കൊടുത്തിട്ട്. ഓക്കെ, അതായത് 1 plus X/L ഓൾ പവർ -1, പവറിൽ -1 മുകളിലേക്ക് കൊണ്ടുവന്നു. ഇനി കുട്ടികളെ, ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒരു ഡാറ്റ കാണാം. എന്ത്? X വെരി ലെസ് ദാൻ L എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബൈനോമിയൽ അപ്രോക്സിമേഷൻ ഉപയോഗിക്കാം. ബൈനോമിയൽ അപ്രോക്സിമേഷൻ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുക? V/2L × 1 മൈനസ്, പവർ ഇങ്ങോട്ട് വരൂലേ? വരും. സോ എന്ത് സംഭവിച്ചു? 1 മൈനസ് X/L വന്നു ബൈനോമിയൽ അപ്രോക്സിമേഷനിൽ. ഓക്കെ, ഇനി ആ ബ്രാക്കറ്റ് പൊട്ടിക്കൂ. V/2L × 1 മൈനസ് 1 പ്ലസ് X/L. സോ 1 വെട്ടിപ്പോയില്ലേ? 1 വെട്ടിപ്പോയി. അപ്പോൾ എന്ത് വന്നു? V ഉണ്ട്, അപ്പുറത്ത് X ഉണ്ട്, താഴെ L ഉണ്ട്. സോ 2L², Vx/2L². ആൻസർ ഉണ്ടോ? യാ,
ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ബൈനോമിയൽ അപ്രോക്സിമേഷൻ ഐഡിയ ഇല്ലാത്ത ആൾക്കാരുണ്ടോ? പറഞ്ഞുതരാം. 1 ± x ഓൾ പവർ n അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ത് എഴുതാം? 1 ± nx എന്ന് എഴുതാം if x ഈസ് വെരി വെരി ലെസ് ദാൻ 1. ഓക്കെ, ഇതാണ് ബൈനോമിയൽ അപ്രോക്സിമേഷൻ. അതായത് 1 ± x ഓൾ പവർ n അപ്രോക്സിമേറ്റ്ലി 1 ± nx. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് 0.99 ഓൾ പവർ 5 കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, അറിയില്ല, ഡയറക്റ്റ് വാല്യൂ അറിയില്ലല്ലോ, നിയർ ടു 1 പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ഈ 0.99 എന്ത് ചെയ്യുക? 1 - 0.01 എഴുതാലോ, ഓൾ പവർ 5. അപ്പോൾ ഈ 0.01 1-നേക്കാളും വളരെ കുറവാണല്ലോ, അപ്പോൾ പിന്നെ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 - 5 × 0.01. സോ അതെന്തായി? 1 - 0.05. സോ പോയിൻ്റ് എന്തായി? 95 ആണ് ആൻസർ. ഓക്കെ, ഇതാണ് ബൈനോമിയൽ അപ്രോക്സിമേഷൻ്റെ മെച്ചം. ഓക്കെ, മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്യാൻ ആവശ്യം വരും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടി സി. ഓക്കെ, സോ ഇത് ഒന്നും ചെയ്യാനില്ല, ഒന്ന് റീഅറേഞ്ച് ചെയ്യാനേ മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ബേസിക് ഐഡിയ. ബീറ്റ് ഫ്രീക്വൻസി ആകുമ്പോൾ എന്തായിരിക്കും? ഫ്രീക്വൻസി ഡിഫറൻസ് ആയിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ദാറ്റ്സ് ഓൾ. കാണുന്നില്ലേ? എല്ലാം കണ്ടല്ലോ, മുഴുവനും കാണുന്നുണ്ടല്ലോ. യെസ്. ഓക്കെ, വേണ്ട ആൾക്കാർ വീഡിയോ പോസ് ചെയ്ത് എഴുതിയെടുത്താൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വെലോസിറ്റി ഓഫ് സൗണ്ട് in an open organ pipe is 330 m/s. The frequency of wave is 1.1 kHz and the length of the tube is 30 cm. To which harmonic does this frequency corresponds? അതായത് സൗണ്ടിൻ്റെ സ്പീഡ് കൊടുത്തിട്ടുണ്ട്, 330 ആണ്. ഫ്രീക്വൻസി 1.1 kHz ആണ്. ട്യൂബിൻ്റെ ലെങ്ത് 30 cm ആണ്. ഈ ഫ്രീക്വൻസി ഏത് ഹാർമോണിക് ആയിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്പൺ ഓർഗൻ പൈപ്പ് ആകുമ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി V/2L അല്ലേ കുട്ടികളെ? V എത്രയാ? 330 m/s ആണ്. 2 × ലെങ്ത് 30 cm. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കണം, 10⁻², അല്ലെങ്കിൽ 0.3 എന്ന് കൊടുത്താലും മതി, നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. 33 എത്ര? 11 ഉണ്ട്. സോ 11 10⁻² മേലെ പോയപ്പോൾ 1100 ആയി. /2, ദിസ് ഈസ് 550 ഹെർട്സ്. ഇതാണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി, ശരിയല്ലേ? ഇനി ക്വസ്റ്റ്യനിൽ കൊടുത്ത ഫ്രീക്വൻസി എത്രയാണ് മക്കളെ? ക്വസ്റ്റ്യനിൽ കൊടുത്ത ഫ്രീക്വൻസി 1.1 kHz എന്ന് പറഞ്ഞാൽ 1100 ഹെർട്സ് അല്ലേ? ഈ 1100 ഹെർട്സ് എന്ന് പറഞ്ഞാൽ 2 × 550 അല്ലേ? സോ 2f1 അല്ലേ? സോ സെക്കൻഡ് ഹാർമോണിക്കാന്ന് കൺഫേം ആയില്ലേ? അല്ലേ? സെക്കൻഡ് ഹാർമോണിക്കാന്ന് കൺഫേം ആയില്ലേ? സോ ഓപ്ഷൻ എ. കാരണം ഓപ്പൺ പൈപ്പിലും അതേപോലെ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലും ഓൾ ഹാർമോണിക്സ് ആർ പ്രസൻ്റ് ആണ്. ഓൾ ഹാർമോണിക്സ് ആർ പ്രസൻറ്റ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി ഓഫ് എ closed organ pipe is equal to the first overtone frequency of an open organ pipe. എങ്ങനെ? ഈ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫണ്ടമെൻ്റൽ കഴിഞ്ഞ് തൊട്ടടുത്തതാണ് ഫസ്റ്റ് ഓവർടോൺ. ഓക്കെ, സോ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഓഡ് ഹാർമോണിക്സേ ഉള്ളൂ. അപ്പോൾ 1 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏതാണ്? 3. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്നറിയാം? F3 ക്ലോസ്ഡ് എന്തിന് ഈക്വലാന്ന് മനസ്സിലായത്? ഈക്വൽ ടു ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി ഓഫ് ഓപ്പൺ ഓർഗൻ പൈപ്പ്. ഓപ്പൺ ഓർഗൻ പൈപ്പിൻ്റെ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാർമോണിക് ആയിരിക്കും, കാരണം ഓൾ ഹാർമോണിക്സ് ആർ പ്രസൻ്റ് ആണ്. സോ F2 ഓഫ് ഓപ്പൺ. ഇതാണ് ക്വസ്റ്റ്യനിൽ ആദ്യം തന്ന ഡാറ്റ അല്ലേ? F3 ക്ലോസ്ഡ് ഈക്വൽ ടു F2 ഓപ്പൺ. അതാണ് ആദ്യത്തെ ഡയലോഗ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഫർദർ nth ഹാർമോണിക് ഓഫ് ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ഈസ്. ഓഹോഹോ. സോ അപ്പോൾ NF ക്ലോസ്ഡ് അല്ലെങ്കിൽ FN ക്ലോസ്ഡ് എന്നും പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുത്താൽ മതി, നോട്ടേഷൻ ഒന്നും പ്രശ്നമൊന്നുമില്ല. സോ FN ക്ലോസ്ഡ് F1 F2 F3 എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ മാറ്റിയത് കേട്ടോ. FN ക്ലോസ്ഡ് ഈക്വൽ ടു എന്താണ്? mth ഹാർമോണിക് ഓഫ് ഓപ്പൺ പൈപ്പ്. സോ FM എന്താണ്? ഓപ്പൺ ആണ്. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയ ഡാറ്റ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, എന്താ കണ്ടുപിടിക്കണ്ടേ?
എന്നും എമ്മും ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്നും എമ്മും എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, F3 ക്ലോസ്ഡ്. എടാ ക്ലോസ്ഡിൻ്റെ 3V/4L ഈക്വൽ ടു 2V/2L. ഓക്കെ, ലെങ്ത്ത് സെയിം ആവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. സ്പീഡ് എന്തായിരിക്കും? ഫസ്റ്റ് ഓവർ ടോൺ ഒരേ സൗണ്ടിന് മാറ്റമൊന്നും പറയാത്തതുകൊണ്ട് ഒരേ സൗണ്ടാണ് എടുക്കുക. സോ ഇവിടെ ലെങ്ത് ഓഫ് ക്ലോസ്ഡും ആക്കുക, ലെങ്ത് ഓഫ് ഓപ്പണും ആക്കുക കേട്ടോ. ലെങ്ത് ഓഫ് ക്ലോസ്ഡും ആക്കുക, ലെങ്ത് ഓഫ് ഓപ്പണും ആക്കുക. സോ വി വി വെട്ടി. ഓക്കെ, ഇവിടുന്ന് 2ഉം വെട്ടിപ്പോയി. സോ LO ഇങ്ങോട്ട് വരാം. സോ LO/LC ഓപ്പൺ പൈപ്പ് ലെങ്ത് ബൈ ക്ലോസ്ഡ് പൈപ്പ് ലെങ്ത് റേഷ്യോ എന്ത് വരും? 4/3 വരും. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയ ഡാറ്റ. ഇത് നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. N ക്ലോസ്ഡ് N × V/4L ഈക്വൽ ടു M ഓപ്പൺ M × V/2L. ഇവിടെ L ക്ലോസ്ഡും L ഓപ്പണും. ഓക്കെ, ഇനി ഒരേപോലെയുള്ള ആൾക്കാരെ വെട്ടി വി എ വെട്ടി വി വെട്ടി. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യാം? N/M M ഇങ്ങോട്ട് വരട്ടെ. ഓക്കെ, 4LC/2LO വരും. മക്കളെ 4ഉം 2ഉം വെട്ടിയാൽ 2 ആയില്ലേ? 2 × LC/LO. LO/LC 4/3 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ LC/LO എന്ത് വരും? LO/LC 4/3 അല്ലേ കിട്ടിയത്? അപ്പോൾ 3/4 വരും. ശരിയല്ലേ? 3/4 വരും. സോ N/M ഈക്വൽ ടു മക്കളെ 2ഉം 4ഉം കൂടെ വെട്ടിക്കൂടെ? 2ഉം 4ഉം വെട്ടിയാൽ താഴെ 2 വരും. സോ 3/2 വരും. സോ N/M 3/2 വരുന്ന ഓപ്ഷൻ ഏതാ നോക്കിയാൽ മതി. N/M 3/2 വരണം. അപ്പോൾ ഓപ്ഷൻ A 5/4 3/2 അല്ലല്ലോ. 7/5 3/2 അല്ലല്ലോ. 7/3 3/2 അല്ലല്ലോ. 9/6 3/2 ആണല്ലോ അല്ലേ? 3 3ഉം 2 3ഉം ആണല്ലോ 9ഉം 6ഉം. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും കെയർഫുള്ളായി വാച്ച് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, സോൾവ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. അടുത്ത ക്വസ്റ്റ്യൻ. എ ട്രാൻസ്വേഴ്സ് വേവ് y = 0.05 sin 20πx minus 50πt in meters is propagating along positive x-axis on a string. A light insect starts crawling on the string with the velocity of 5 cm/second at t = 0 along the positive x-axis from a point where x = 5 cm. എങ്ങനെ ഒരു ട്രാൻസ്വേഴ്സ് വേവ് ഇടാം? ഓക്കെ, ഒരു ട്രാൻസ്വേഴ്സ് വേവ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇവിടുന്ന് എങ്ങനെയാണ് പോകണമെന്ന്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല. വേവ് 0 തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്തെങ്കിലും ആവട്ടെ. എ ലൈറ്റ് സൈൻ വേവ് ആണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ എടുത്തു. ഓക്കെ, a light insect starts crawling on the string with velocity of 5 cm/second at t = 0 along positive x-axis from a point for x = അപ്പോൾ x ഒരു 5 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഇവിടുന്ന് ഒരു ഇൻസെക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സ്റ്റാർട്ടിങ് ടൈം 0 ആണ്. മൂവ് ചെയ്തു. ആഫ്റ്റർ 5 സെക്കൻഡ്സ് 5 സെക്കൻഡിന് ശേഷം ഈ ഇൻസെക്റ്റിൻ്റെ 5 സെക്കൻഡ് കഴിയുമ്പോൾ ഇൻസെക്റ്റിൻ്റെ ഫേസ് എന്തായിരിക്കുന്ന ചോദ്യം. ഇൻസെക്റ്റിൻ്റെ ഫേസ് അല്ല, ഫേസ് ഡിഫറൻസ് എന്തായിരിക്കുന്ന ചോദ്യം. ഓക്കെ, സംഭവം സിമ്പിളാണ്. നമ്മൾ ഇൻസെക്റ്റ് എന്നൊക്കെ പറയാം, നമ്മൾ ഫേസ് അങ്ങ് എടുത്ത് വെച്ചാൽ മതി. വേവിൻ്റെ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ ഇൻസെക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വേറൊരു മനുഷ്യൻ മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും ആരും മൂവ് ചെയ്യുന്നില്ലെങ്കിലും വേവിൻ്റെ ഓരോ പൊസിഷൻസിനും ഇടയിലൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവില്ലേ? അതാണ് ഉദ്ദേശം, വേറൊന്നുമല്ല. ഓക്കെ, സോ വേവിൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഡൗട്ടൊന്നുമില്ല. സോ അവിടുന്ന് ഫേസ് എന്താ കിട്ടുക? ഫേസ് എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ ആംഗിൾ എടുത്താൽ പോരെ? സൈനല്ലേ കോസിൻ്റെ ആംഗിൾ അല്ലേ? ഫേസ് എന്താണ്? 20πx മൈനസ് 50πt. ഇതാണ് ഫേസ്. ഇനീഷ്യൽ ഫേസ് ആകുമ്പോൾ ടൈം എത്ര കൊടുക്കണ്ടേ? ഇനീഷ്യൽ ഫേസ് ആകുമ്പോൾ ടൈം 0 ആണ്, അതേസമയം x 5 ആണ്. ടൈം 0യും x 5 ആണ്. ശരിയല്ലേ? x 5ഉം ടൈം 0യും ആണ്. ഓക്കെ, അത് കൊടുക്കുക. അപ്പോൾ 5i അല്ലെ 5 എന്ന് കൊടുക്കാം. സോ 20π × 5 മൈനസ് 50π × 0. സോ ഇതെത്ര കിട്ടി? 20 × 5 എത്ര വന്നടാ? 20πx അല്ലേ? 20 × 5 എത്ര വന്നു? 20 × 5 100. ഓക്കെ, സോ 100π വന്നു 5 1. ഒന്നാമത്തെ ഫേസ് 100π വന്നു.
ഓക്കെ, ഇനി രണ്ടാമത്തെ ഫേസ് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ഫേസ് കണ്ടുപിടിക്കുന്നത് എത്ര സമയത്തിന് ശേഷം? അപ്പോൾ 5 വേണം അറ്റ് ടൈം എത്രയാടാ? 5 സെക്കൻഡായി. ടൈം എത്രയായി? 5 സെക്കൻഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായി? എക്സ് എത്രയായി? എക്സ് എത്രയായി നമുക്ക് അറിയില്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എത്ര സ്പീഡിലാണ് ആൾ ട്രാവൽ ചെയ്യുന്നത്? 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? അല്ലേ? ഓക്കെ, കിട്ടി. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി എത്രയാണ്? 5, ടൈമും 5. സോ എക്സ് എന്തായി? 5 × 5 25 ആയി. സോ ആൾ എന്ത് സംഭവിച്ചു എന്നറിയോ? ഈ 5 തുടങ്ങി 25 സെൻറ്റിമീറ്റർ മുന്നോട്ട് പോയിണ്ടാവും. 25 സെൻറ്റിമീറ്റർ മുന്നോട്ട് പോയിണ്ടാവും. അപ്പോൾ ഒറിജിൻ എത്ര പോയിണ്ടാവും അവിടെ? ഒറിജിന് എക്സ് വാല്യൂ എത്രയാണ്? എക്സ് വാല്യൂ എത്രയാണ്? 30 സെൻറ്റിമീറ്റർ അല്ലേ? അത് മനസ്സിലാക്കണം. ഇവിടെ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ചെയ്യുന്ന അബദ്ധം എന്താണെന്ന് മനസ്സിലായില്ല നിങ്ങൾക്ക്? എന്താ മനസ്സിലായി? അതായത് ഇത് എക്സ് നമ്മൾ സ്പീഡിൻ്റെ ടൈം എന്നൊക്കെ എടുക്കും, എന്നിട്ട് 25 കിട്ടും. ആൻഡ് 25 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കിട്ടുന്ന ആൻസർ ഓപ്ഷനിൽ നിങ്ങൾ നോക്കി ചിരിക്കുന്നുണ്ടാകും. ഓക്കെ, സോ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? കിട്ടുന്ന ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. നിങ്ങൾ 25 കൊടുത്താൽ എക്സിന്. സോ അതാണ് പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം എന്നർത്ഥം. എക്സ് വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ വാല്യൂ ഓൺ എക്സ് ആക്സിസ് 30 സെൻറ്റിമീറ്റർ വരെ, കാരണം കെ എക്സ് വാല്യൂ ഓൺ എക്സ് ആക്സിസ് ആണ് വേണ്ടത്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 25 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എക്സ് വാല്യൂ എത്രയാണ്? എക്സ് 0 എന്നല്ലേ വരേണ്ടത്? 5 ഓൾറെഡി ഉണ്ട്, പ്ലസ് 25 വന്നു, 30 ആയി. ഇനി അപ്പോൾ 5 എന്തായി? നമ്മുടെ ഇക്വേഷൻ കൊടുക്കുക. 20 പൈ എക്സ്, എക്സ് എത്രയാണ്? 30 മൈനസ് 50 പൈ ഇൻറ്റു ടൈം 5 അല്ലേ? 5 ആണ്. സോ 20 ഇൻറ്റു 2 ഇൻറ്റു 3 600 പൈ മൈനസ് 50 ഇൻറ്റു 5 250 പൈ അല്ലേ? ഓക്കെ, സോ 5 എത്ര വന്നു മക്കളെ? 5 600 മൈനസ് 250 എത്ര വന്നു? 600 മൈനസ് 250 എത്രയാണ്? 600 മൈനസ് 300 അപ്പോൾ 350 വരും അല്ലേ? ഓക്കെ, 5 350 ആണ്. ചോദിച്ചത് എന്താകുന്നു? ഫേസ് ഡിഫറൻസ് ആണ് മക്കളെ. ഫേസ് ഡിഫറൻസ് പോരട്ടെ, ഡെൽറ്റ 5. 5 മൈനസ് 5 ആണ്, എന്ത് വന്നു? 350 മൈനസ് 100. 350 മൈനസ് 100 എത്ര വന്നു? 350 മൈനസ് 100 350 മൈനസ് 100 250 വരും. 250 പൈ. സോ വിച്ച് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി. കത്തിയാ? ഓക്കെ, ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഒന്ന് കെയർഫുള്ളായി ഡീൽ ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നും ഇല്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഈസി ടു സ്കോറാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോലെ കുട്ടികളെ. if L1 and L2, ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. if L1 and L2 are the lengths of air column for the first and second resonance when a tuning fork of frequency n is sounded on a resonance tube, then the distance of the antinode from the top end of resonance tube is. അതായത് ഈ നമ്മൾ ക്ലോസ്ഡ് ട്യൂബാണെങ്കിലും ഓപ്പൺ ട്യൂബാണെങ്കിലും എൻഡിൽ എപ്പോഴും എന്താ ഉണ്ടാവുക എന്ന് പഠിച്ചേ? എൻഡിൽ ഉണ്ടാകുന്നത് എപ്പോഴും ആൻറ്റിനോഡായിരിക്കും. പക്ഷേ ഇതൊരു പ്രാക്ടിക്കൽ കൺസെപ്റ്റാണ്. അതായത് കറക്റ്റ് എൻഡിലല്ല ആൻറ്റിനോഡ് ഉണ്ടാവുക, കുറച്ച് മേലോട്ട് മാറിയിട്ടാണ് ഉണ്ടാവുക. എന്താ കാര്യം? എൻഡ് കറക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ലേ? എൻഡ് കറക്ഷൻ. ഓക്കെ, ആ എൻഡ് കറക്ഷൻ നമ്മൾ സാധാരണ ഇ ആണ് പറയണത്. ഓക്കെ, എൻഡ് കറക്ഷന് സാധാരണ എന്താ പറയുക? ഇ എന്നാണ് പറയാം. ഓക്കെ, അതായത് പൈപ്പിൻ്റെ എൻഡിൽ നിന്നും ആൻറ്റിനോഡിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് എൻഡ് കറക്ഷൻ. ഓക്കെ, സോ ഈ ലെങ്ത്ത് എന്ത് കൊടുക്കുക? L1 കൊടുക്കാം, L1 കൊടുക്കാം. സോ ആൻറ്റിനോഡിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ ചോദിച്ചേക്കുന്നത്? ഓക്കെ, ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായി. ഇതെന്താണ്? ആൻറ്റിനോഡ് വരെ, നോഡ് ടു ആൻറ്റിനോഡ് വരെ L/λ/4 അല്ലേ വരിക. സോ L1 പ്ലസ് എൻഡ് കറക്ഷൻ ഈക്വൽ ടു. ഓക്കെ, ചില കുട്ടികൾ ഈ എക്സ്പെരിമെൻ്റൽ ഫിസിക്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് പഠിച്ചപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ ഫോർമുല ഡയറക്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, ഞാൻ ഇതെങ്ങനെ വന്നു എന്ന് പറയാം കേട്ടോ. സോ L1 പ്ലസ് ഇ ഈക്വൽ ടു λ/4 വരും. ശരിയല്ലേ? ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത കേസിൽ എന്താ വരിക? അടുത്ത കേസിൽ L1 and L2 are lengths of air column for the first and second resonance അല്ലേ? സെക്കൻഡ് റെസൊണൻസിന് L2 ആണ്. സോ L2 പ്ലസ് ഇ ഈക്വൽ ടു സെക്കൻഡ് റെസൊണൻസ് ആകുമ്പോൾ 3λ/4, കാരണം ഓഡ് ഹാർമോണിക്സ് മാത്രമല്ലേ ഉണ്ടാവും. ഓക്കെ, ഇനി നിങ്ങളിത് സോൾവ് ചെയ്ത ആൻസർ വരും. 2/1 ചെയ്യുക. 2/1 ചെയ്താൽ എന്താ വരിക?
L2 plus E divided by L1 plus E equal to lambda by 4 വെട്ടി 3 കിട്ടി. ഇനി ഇത് ക്രോസ് ചെയ്താൽ പോരെ മക്കളെ? ഓക്കെ, ക്രോസ് ചെയ്താൽ L2 പ്ലസ് ഇ ഈക്വൽ ടു 3L1 പ്ലസ് 3E. ഇ അങ്ങോട്ട് പോട്ടെ. സോ L2 മൈനസ് 3L1 ഈക്വൽ ടു ഒരു ഇ അങ്ങോട്ട് പോയാൽ 3E മൈനസ് ഇ 2E വരും. ശരിയല്ലേ? സോ L2 മൈനസ് 3L1 ബൈ 2 ഈക്വൽ ടു ഇ. സോ ആൻസർ ഏതായി? ഓപ്ഷൻ സി. ഓക്കെ, ചില കുട്ടികൾ ഈ എൻ്റെ കറക്ഷൻ ഇക്വേഷൻ അങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ, അങ്ങനത്തെ ഡയറക്റ്റ് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാം. ഓക്കെ, യെസ്, ഇതൊരു എക്സ്പെരിമെൻ്റൽ ഫിസിക്സ്, നമ്മൾ പ്രാക്ടിക്കൽ ഫിസിക്സ് ഇല്ലേ, അവിടെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിന്. ഓക്കെ, ഇനി അതേപോലെ സോണോമീറ്റർ വരും. സോണോമീറ്റർ തന്നാലും എന്ത് ചെയ്താൽ മതി? സോണോമീറ്റർ തന്നാൽ നിങ്ങൾ സ്ട്രിങ്ങിൻ്റെ എടുത്താൽ മതി. സ്ട്രിങ്ങിൻ്റെ സ്റ്റേഷനറി വേവ് കൺസെപ്റ്റ് എടുത്താൽ മതി. പിന്നെ ക്ലോസ്ഡ് പൈപ്പിൻ്റെ കൺസെപ്റ്റാണ് റെസൊണൻസ് കോൾ എടുക്കേണ്ടത്. റെസൊണൻസ് കോൾ എടുക്കേണ്ടത് ക്ലോസ്ഡ് പൈപ്പാണ് കേട്ടോ. ഓക്കെ, ഓർമ്മിച്ച് വെച്ചേക്കുക എന്തൊക്കെയാണ് പറഞ്ഞത്? ക്ലോസ്ഡ് പൈപ്പ്, റെസൊണൻസ് കോളം, എക്സ്പെരിമെൻറ്റിന് ക്ലോസ്ഡ് പൈപ്പിൻ്റെ കൺസെപ്റ്റ്, പിന്നെ ഈ എന്താ പറയുക സോണോമീറ്റർ എക്സ്പെരിമെൻറ്റ്, പിന്നെ വയലിൻ, ഗിറ്റാർ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഈ കൺസെപ്റ്റ് എടുത്താൽ മതി. ഇത് സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ കൺസെപ്റ്റ്, സ്റ്റാൻഡിങ് വേവ്. ഓക്കെ, യെസ്. ഇനി അടുത്ത എൻ ഓപ്പൺ പൈപ്പ് ഓഫ് സഫിഷ്യൻറ്റ് ലെങ്ത് ഈസ് ഡിപ്പിംഗ് ഇൻ വാട്ടർ വിത്ത് എ സ്പീഡ് വി വെർട്ടിക്കലി. ഓഹോ, വി സ്പീഡിലാണ് വെള്ളത്തിൽ മുക്കണത്. അപ്പോൾ ഓപ്പൺ പൈപ്പ് വെള്ളത്തിൽ മുക്കിയാൽ എന്താ സംഭവിക്കുക? താഴെ ക്ലോസ്ഡ് ആകും. ശരിയല്ലേ? മുകളിൽ മാത്രം. അപ്പോൾ ക്ലോസ്ഡ് പൈപ്പാവും. ഓപ്പൺ പൈപ്പ് വെള്ളത്തിൽ മുക്കിയാൽ ആ പൈപ്പ് എന്തായി മാറും? ക്ലോസ്ഡ് പൈപ്പായി മാറും. ഓക്കെ, സോ അപ്പോൾ പൈപ്പ് വെള്ളത്തിലേക്ക് പോകുന്ന സ്പീഡ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? വി ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് അറ്റ് എൻ ഇൻസ്റ്റൻറ്റ് എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദ ട്യൂബ് എബോവ് വാട്ടർ, വെള്ളത്തിന് പുറത്ത് എൽ ലെങ്ത് ആണുള്ളത്. അതൊക്കെ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ദെൻ ദ റേറ്റ് അറ്റ് വിച്ച് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് പൈപ്പ് ചേഞ്ചസ് ഈസ്. അപ്പോൾ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്ന റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് dF/dt ആണ് അർത്ഥം. അതായത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഇക്വേഷൻ എന്താണെടാ? V/4L അല്ലേ? V/4L ആണ്. ഓക്കെ, ഇവിടെ V എന്നുള്ളത് പൈപ്പിൻ്റെ സ്പീഡിനാണ് കൊടുത്ത്, ലൈറ്റ് സൗണ്ടിൻ്റെ സ്പീഡിന് C ആണ് കൊടുത്തത്, ലൈറ്റിൻ്റെ സ്പീഡല്ല കേട്ടോ. സോ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഓക്കെ, സോ F = C/4L എന്ന് കൊടുക്കാം. ഓക്കെ, സോ റേറ്റ് ആകുമ്പോൾ ഡെറിവേഷൻ അല്ലേ വേണ്ടത്? ഇത് ഡിറൈവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. സോ C/4 വേണമെങ്കിൽ L⁻−1 കൊടുക്കുക. അതിൻ്റെ ആവശ്യമില്ല, കാരണം 1/L ഡെറിവേറ്റീവ് എന്താണ്? -1/L² നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, സോ dF/dt ആണ് ചോദിച്ചത്. സോ dF/dt എന്താ ചെയ്യേണ്ടത്? C/4 അതിൻ്റെ ഡെറിവേറ്റീവ് -1 L⁻⁻1 dL/dt. കാരണം ലെങ്ത് ടൈമിൻ്റെ ഫംഗ്ഷൻ ആണെന്ന് ഡയറക്റ്റ് റിലേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡിഫറൻഷിയേറ്റ് ചെയ്ത് dL/dt കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ dF/dt അപ്പോൾ എന്തായി? dF/dt C/4 L⁻² ഉണ്ടാകും dL/dt. ഓക്കെ, L⁻² താഴെ പോട്ടെ. സോ -C/4L² dL/dt എന്ന് പറഞ്ഞാൽ ലെങ്ത് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് അല്ലേ? ലെങ്ത് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അതല്ലേ സ്പീഡ് V എന്ന് കൊടുത്തേ. സോ ആൻസർ എന്തായി? -CV/4L². ആൻസർ ഉണ്ടാ? -CV/4L² ആണ് ഇത്. -CV/4L², അതായിരിക്കും dF/dt. ആൻസർ ഇല്ല, മൈനസ് ഇല്ല, മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. അപ്പോൾ നോ പ്രോബ്ലം. CV/4L² ഓപ്ഷൻ ബി വരും. മാഗ്നിറ്റ്യൂഡ് മതി, കൂടുതൽ എന്ത് ചെയ്യേണ്ട? ബേജാറാവേണ്ട ആവശ്യമില്ല. ഓക്കെ, മൈനസ് ഉള്ള ആൻസറും പ്ലസ് ഉള്ള ആൻസറും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മൈനസ് ഉള്ള ആൻസറിന് പ്രയോറിറ്റി കൊടുക്കാം. ക്ലിയർ? ഒന്ന് കൺസെപ്റ്റ്, ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് അല്ലേ ഇവിടെ ഉള്ളൂ, കൂടുതൽ അലമ്പാവുന്ന കൺസെപ്റ്റ്സ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ താഴെയല്ലടോ. യെസ്, a tuning fork of 512 heads is used to produce resonance in a resonance tube experiment. ഓക്കെ, ഈ റെസൊണൻസ് ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? റെസൊണൻസ് കോൾ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് പൈപ്പ് എടുത്താൽ മതി. ഓക്കെ, സോ 512 ഹെഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ദ ലെവൽ ഓഫ് വാട്ടർ അറ്റ് ഫസ്റ്റ് റെസൊണൻസ് 30.7 സെൻറ്റിമീറ്ററും ആൻഡ് സെക്കൻഡ് റെസൊണൻസ് 63.2 സെൻറ്റിമീറ്റർ ആണ്. കുട്ടികളെ, ഫസ്റ്റ് റെസൊണൻസ് എപ്പോഴാണ്? ഫസ്റ്റ് റെസൊണൻസ് ആകുമ്പോൾ ലെങ്ത് എന്തായിരിക്കും? λ/4 ശരിയല്ലേ? സെക്കൻഡ് റെസൊണൻസ് ആകുമ്പോൾ 3λ/4 ആയിരിക്കും, കാരണം ക്ലോസ്ഡ് പൈപ്പ് അല്ലേ? എന്താകുന്നു? ക്ലോസ്ഡ് പൈപ്പ് ആകുന്നു. അപ്പോൾ പിന്നെ ഈ രണ്ട് റെസൊണൻസിൻ്റെ ഡിഫറൻസ്
എന്തായിരിക്കും? അതായിരിക്കില്ല 63.2ൻ്റെയും 30.7ൻ്റെയും λ/2 ആയിരിക്കും അല്ലേ ഡിഫറൻസ്. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? λ/2 ഈക്വൽ ടു L2 മൈനസ് L1 എടുക്കാം. ഓക്കെ, ഓർ λ ഈക്വൽ ടു 2 ഇൻറ്റു L2 മൈനസ് L1. ഈ റിലേഷനുകൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് സിമ്പിൾ ലോജിക്ക് വെച്ചാണ് ഈ റിലേഷൻ ഞാൻ പറഞ്ഞത്. ഓക്കെ, സിമ്പിൾ ലോജിക്ക്. കാരണം എങ്ങനെയാണ് സിമ്പിൾ ലോജിക്ക് വന്നത്? ഫസ്റ്റ് റെസൊണൻസ് λ/4, സെക്കൻഡ് റെസൊണൻസ് 3λ/4. കാരണം ഓഡ് ഹാർമോണിക്സേ ഉണ്ടാകൂ, ക്ലോസ്ഡ് പൈപ്പാണ്. ഓക്കെ, സോ രണ്ട് കേസിലുള്ള ലെങ്ത്തിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കും? λ/2 ആയിരിക്കും. കാരണം λ/4ൻ്റെയും 3λ/4ൻ്റെ ഡിഫറൻസ് അതാണല്ലോ. ഓക്കെ, ഇനി λ ഇവിടെ കണ്ടുപിടിക്കാമല്ലോ. 2 ഇൻറ്റു L2 മൈനസ് L1, 63.2 മൈനസ് 30.7 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇത് മൈനസ് ചെയ്യണടാ. മൈനസ് ചെയ്താൽ എന്താ വരിക? 2 ഇൻറ്റു 63.2, 2 7 പോവില്ല. ഇപ്പോൾ ഇവിടുന്ന് 12 7 പോയാൽ 0.5 വരും. 0.5 വരും. പിന്നെയോ ഇവിടെ 62 30 പോയാൽ 32 വരും. സോ 32.5 വരും. 32.5. സോ ലാംഡ ഈക്വൽ ടു 2 ഇൻറ്റു 32.5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 65 സെൻറ്റിമീറ്റർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.65 മീറ്റർ. ലാംഡ കിട്ടി. എന്താ കിട്ടിയ? ലാംഡ. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? ഇനി വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? V ഈക്വൽ ടു എഫ് ലാംഡ. V ഈക്വൽ ടു എഫ് ലാംഡ. സോ ഫ്രീക്വൻസി എത്രയാണ് കുട്ടികളെ? ഫ്രീക്വൻസി ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. വെലോസിറ്റിയിലെ എററാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫ്രീക്വൻസി എത്രയാണ്? 512. സോ 512 ഇൻറ്റു 0.65. ഇത് കാൽക്കുലേറ്റ് ചെയ്യടാ. അപ്പോൾ ക്വസ്റ്റ്യനിൽ കൊടുത്ത വെലോസിറ്റി 330 ആണല്ലോ. നമ്മൾ കണ്ടുപിടിച്ചാൽ കിട്ടുന്ന വെലോസിറ്റി നമ്മൾ ഡിഫറൻസ് എടുത്താൽ മതി. സോ 512ഉം 0.65 മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയില്ലേ? 512 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 65 മൾട്ടിപ്ലൈ ചെയ്ത് 2 ഡെസിമൽ കൊടുത്താൽ മതി. 5 ഇൻറ്റു 2 10, 5 ഇൻറ്റു 1 5, 1 ബാക്കി 60 കൊടുക്കണമല്ലേ? 5 ഇൻറ്റു 5 25, 6 ഇൻറ്റു 2 12, 6 7 വരും. ഒന്നിപ്പുറത്ത് കൊടുക്കണം. 6 5 30. സോ 0 8 2 3 3 332.8 വരും. 332.8 വരും അല്ലേ? മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെലോസിറ്റി. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ കൊടുത്ത വെലോസിറ്റി എത്രയാ? 330. സോ വെലോസിറ്റിയിലെ എറർ എത്രയാടാ? ΔV അല്ലേ? സോ 332.8 മൈനസ് 330 എത്രയാ? 2.8 മീറ്റർ പെർ സെക്കൻഡ്. പക്ഷെ ആൻസറിൽ മീറ്റർ പെർ സെക്കൻഡ് അല്ലല്ല, സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ 280 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. സോ വിച്ച് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ? ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. സെറ്റ്. ഓക്കെ, സോ കാൽക്കുലേഷൻ ആണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൺസെപ്റ്റ് ക്ലിയർ ആവണം, വേറെ വിഷയം കേട്ടോ. വേറെ ഒന്നുമില്ല, കൺസെപ്റ്റ് ഒന്നുമില്ല. നേരെ കാൽക്കുലേറ്റ് ആൻസർ കിട്ടില്ല. അടുത്ത, ദി ഇക്വേഷൻ ഫോർ ദ വൈബ്രേഷൻ ഓഫ് എ സ്ട്രിങ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ് vibrating in its third harmonic is given by y equal to 2 centimeter and sine 0.6 centimeter inverse x cos 500 pi second inverse into t. ഓക്കെ, എന്തെങ്കിലും അവിടെ സ്റ്റാൻഡിങ് വേവിൻ്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, തേർഡ് ഹാർമോണിക്കിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് വെറുതെ ചിത്രം വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേർഡ് ഹാർമോണിക് ആകുമ്പോൾ 1 2 3 ഇങ്ങനെയെല്ലാം ഉണ്ടാവും കുട്ടികളെ. റഫ് ഡയഗ്രാണ്, ചിത്രം കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. സോ ലെങ്ത് എന്തിന് ഈക്വലാണ്? 3λ/2 ഈക്വലാണ്. തേർഡ് ഹാർമോണിക് അല്ല, ഇത് λ/2, അടുത്ത λ/2, അടുത്ത λ/2. സോ 3λ/2 ആണ് എന്ത്? ലെങ്ത് വരുന്നത്. ശരിയല്ലേ? ചോദിച്ചത് ലെങ്ത് അല്ലേ? ലെങ്ത് ആണ്. സോ ലെങ്ത് ഈക്വൽ ടു 3λ. ലാംഡ എവിടെ നിന്നാണ് കിട്ടുക കുട്ടികളെ? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് കെ അല്ലേ? സോ കെ ഈക്വൽ ടു 0.6. സോ 2π/λ 0.6. ശരിയല്ലേ? അപ്പോൾ ലാംഡ ഈക്വൽ ടു എന്ത് വരും? 2π/0.6 വരും. അതിവിടെ കൊടുത്തേച്ചാൽ മതി.
സോ ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത് 3 × 2π/0.6 ലാംഡ 3 λ/2 ഉണ്ട് താഴെ അല്ലേ. 3 × 2 വെട്ടിപ്പോയില്ലേ, 2 വെട്ടിപ്പോയി. 3π/0.6 വേണമെങ്കിൽ 30π/6 ആക്കാം. സോ 5π വരും. അതിനാ 30π 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തടാ. ഓക്കെ, 5π പൈൻ്റെ വാല്യൂ 3.14 അല്ലേ. സോ 15 പോയിൻറ്റ് സംതിങ് വരും. ഓപ്ഷൻ ഡി. ഒന്നും പറയാനില്ല, ഡയറക്റ്റ്. ഓക്കെ, ഒന്നും പറയാനില്ലല്ലോ, ഒന്നും പറയാനില്ല, ഒന്നും ചെയ്യാനുമില്ല, ഡയറക്റ്റ് ആൻസറാണ്. അടുത്ത ക്വസ്റ്റ്യൻ. A string is under tension so that its length is increased by 1/n times its original length. Ratio of fundamental frequency of longitudinal waves and transverse vibrations will be. എടാ, ഒരു സ്ട്രിങ്ങിലെ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ്, സ്ട്രിങ്ങിലൂടെയുള്ള സൗണ്ടിൻ്റെ സ്പീഡ്. ലോഞ്ചിറ്റ്യൂഡൽ വേവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൗണ്ട് എടുത്താൽ മതി. സ്ട്രിങ്ങിലൂടെയുള്ള സൗണ്ടിൻ്റെ സ്പീഡ്, അതാണ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ്. ഇൻ്റെ ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് യങ്സ് മോഡുലസ് ബൈ ഡെൻസിറ്റി ആ വരാം. റൂട്ട് ഓഫ് യങ്സ് മോഡുലസ് ബൈ ഡെൻസിറ്റി വരും ലോഞ്ചിറ്റ്യൂഡൽ വേവിൻ്റെ സ്പീഡ്. ട്രാൻസ്വേഴ്സ് വേവിൻ്റെ സ്പീഡോ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, റൂട്ട് ഓഫ് T/μ ആണ് വരിക. എന്താ വരിക? റൂട്ട് ഓഫ് T/μ. ഓക്കെ, അണ്ടർ ടെൻഷൻ സോ ദാറ്റ് ലെങ്ത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ലെങ്ത്ത് ഉണ്ടാക്കണം. ഇപ്പോൾ മ്യൂനെ നമുക്ക് മാസ് പെർ യൂണിറ്റ് ലെങ്ത്ത് എന്നൊക്കെ എഴുതാലോ. ഓക്കെ, അണ്ടർ ടെൻഷൻ സോ ദാറ്റ് ഇറ്റ്സ് ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1/n ടൈംസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. റേഷ്യോ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ക്യാൻസൽ ചെയ്യാൻ വേണം, കാരണം ഓപ്ഷനിൽ എല്ലാം n മാത്രമേ ഉള്ളൂ. യങ്സ് മോഡുലസും ടെൻഷനും ഡെൻസിറ്റിയും ഒന്നും ഇല്ലല്ലോ, ഇല്ല. ഇപ്പം ഞാൻ എന്ത് ചെയ്യാന്നറിയോ, മ്യൂനെ നമ്മൾ ഏരിയ ഇൻറ്റു ഡെൻസിറ്റി നേരത്തെ എഴുതിയില്ലേ, ഏരിയ ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, എന്താ കാര്യം എന്നറിയോ, ഇവിടെ ടെൻഷൻ ബൈ ഏരിയ റൂട്ടിനകത്ത് വന്നില്ല. എടാ, ടെൻഷൻ ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് അല്ലേ. സ്ട്രെസ് ബൈ എന്ത് വന്നു? ടെൻഷൻ ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ്. സ്ട്രെസ് ബൈ ഡെൻസിറ്റി വന്നു, ശരിയല്ലേ? സ്ട്രെസ് ബൈ ഡെൻസിറ്റി വന്നു. ഇനി യങ്സ് മോഡുലസ് അവിടെ ഉണ്ടാക്കാം. എങ്ങനെയാണ് യങ്സ് മോഡുലസ് ഉണ്ടാക്കുക കുട്ടികളെ? യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ ലീനിയർ, സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ അല്ലേ. അപ്പോൾ സ്ട്രെസ്സിന് എനിക്ക് എന്ത് ചെയ്യുക? y ഇൻറ്റു സ്ട്രെയിൻ എഴുതുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തു. VT = റൂട്ട് ഓഫ് സ്ട്രെസ്സിനെ ഞാൻ y ഇൻറ്റു സ്ട്രെയിൻ എഴുതി ഡിവൈഡഡ് ബൈ റോ എന്നാക്കി. ഓക്കെ, സ്ട്രെയിനിനെ ഞാൻ എന്ത് ചെയ്യാന്നറിയോ? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് അല്ലേ. സോ Δl/L എന്നാക്കാണ്. Δy ഇൻറ്റു y ബൈ റോ ഉണ്ട്, Δl/L. ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കേ, ലെങ്ത് ഇൻക്രീസ്ഡ് ബൈ 1/n ടൈംസ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. സോ ക്വസ്റ്റ്യനിൽ കൊടുത്ത സംഭവം ഇല്ലേ, ഏത്? Δl/L ആണ് ക്വസ്റ്റ്യനിൽ 1/n ആയിട്ട് കൊടുത്തത് എന്ന് മനസ്സിലായി. Δl/L ആണ് ക്വസ്റ്റ്യനിൽ എന്തായിട്ട് കൊടുത്തത്? 1/n ആയിട്ട് കൊടുത്തത്. സോ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ സ്പീഡിൻ്റെ ഇക്വേഷൻ ക്വസ്റ്റ്യൻ അനുസരിച്ച് എനിക്ക് എന്തായിന്നറിയോ? y/ρn ആയി. y/ρn. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാ. ക്വസ്റ്റ്യനിൽ കൊടുത്തത് എന്താകുന്നു? റേഷ്യോ ആണ്. ഓക്കെ, എടാ, ലോഞ്ചിറ്റ്യൂഡൽ വേവിൻ്റെയും ട്രാൻസ്വേഴ്സ് വേവിൻ്റെയും ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ വേവ് ആയിട്ട് എടുത്താൽ മതി കേട്ടോ. കാരണം ഇതെന്താകുന്നു? ഇത് മറ്റേ സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആകുന്നു. അപ്പോൾ എന്താണ്? ലോഞ്ചിറ്റ്യൂഡൽ വേവും ട്രാൻസ്വേഴ്സ് വേവ്. ലോഞ്ചിറ്റ്യൂഡൽ വേവ് സൗണ്ടിൻ്റെ വേവാണ്, ട്രാൻസ്വേഴ്സ് വേവ് അവിടെയുള്ള പ്രൊപ്പഗേഷനാണ്. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. സോ നമുക്ക് ഇതിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി എനിക്ക് കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? VL/VT ആണ് ചോദിച്ചത്. സോ റൂട്ട് ഓഫ് എന്തൊക്കെ വെട്ടിപ്പോയി? y/ρ വെട്ടിപ്പോയില്ലേ. ഓക്കെ, താഴെ n ഉണ്ട്, n മുകളിൽ കയറി വരും. സോ ആൻസർ എന്ത് കിട്ടി? റൂട്ട് n. സോ ഓപ്ഷൻ സി. എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ആ കൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് മുഖ്യം, വേറൊന്നുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ട്രാൻസ്വേഴ്സ് സൈൻ വേവ് ഓഫ് a transverse sine wave of amplitude 10 cm and wavelength 200 cm travels from left to right along a long horizontal stretched string with a speed 100 cm per second. Okay, take the origin at the left end of the string at time t = 0. The left end of the string is at origin moving downward. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഡയഗ്രാം വരക്കാണ്. y വാല്യൂ, x വാല്യൂ, ഒറിജിനിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. ടൈം 0 ആകുമ്പോൾ ഒറിജിനിലാണ്. ഓക്കെ,
ഒറിജിൻ ആകുമ്പോൾ എക്സും 0 ആയിരിക്കും, ടൈം 0 ആകുമ്പോൾ എക്സ് 0 ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, എന്നിട്ട് താഴേക്കാണ് ആദ്യം പോണത്. താഴേക്ക് പോയി പിന്നെ മേലേക്ക് ഇങ്ങനെയാണ് പോണ വേവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേവിൻ്റെ ഇക്വേഷൻ ഇൻ CGS സിസ്റ്റം. അപ്പോൾ യൂണിറ്റ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് 10 സെൻറ്റിമീറ്റർ, ആംപ്ലിറ്റ്യൂഡ് എല്ലാ ഓപ്ഷനിലും കറക്റ്റാണ്, ഒരു മാറ്റവും ഇല്ല. ഓക്കെ, പിന്നെയോ വേവ് ലെങ്ത് 200 സെൻറ്റിമീറ്റർ വേണോ? അപ്പോൾ പിന്നെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റായി കെ അല്ലേ വേണ്ടത്. കെ എന്ന് പറഞ്ഞാൽ 2π/λ 2π/100 ആണ്. സെൻറ്റിമീറ്റർ മാറ്റേണ്ട ആവശ്യമില്ല, CGSലാണ്. സോ ഇതെന്ത് വരും? 2/100 എത്രയാടാ? 0.02π വരും. 0.02π ശരിയല്ലേ? 0.02π. എവിടെയാണ് തെറ്റിപ്പോയത്? സോ വേവ് ലെങ്ത് 200 ആണ്, സോറി. ഓക്കെ, സോ എന്ത് വന്നു? 0.01π വന്നു. ഓക്കെ, കെ. ഇനി ഒമേഗ എങ്ങനെ കണ്ടുപിടിക്കുക? ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഡാറ്റ കൊടുത്തത് സ്പീഡായിട്ടാണ് കൊടുത്തത്. കാരണം V = ω/k അല്ലേ, ഫ്രീക്വൻസി കൊടുത്തില്ലല്ലോ. ഓക്കെ, സോ ഒമേഗ = kV അല്ലെങ്കിൽ VK എന്ന് പറയാം. കെ എത്രയാകുന്നു? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 0.01π. V അവിടെ 100 കൊടുത്തിട്ടുണ്ട്. സോ ഇതെന്താകുന്നു? പൈ ആകുന്നു. ഓക്കെ, 100 × 0.01. ഓക്കെ, 1 ആണല്ലോ. സോ പൈ ആകുന്നു. അപ്പോൾ ഒമേഗ എന്തായി? പൈയുമായി. സോ ഇക്വേഷൻ എന്താണ്? Y = A sin ωt - kx എടുക്കുക, അല്ലെങ്കിൽ എന്തും എടുക്കുക? A sin kx - ωt എടുക്കാം. ഈ രണ്ട് ഇക്വേഷൻ എടുക്കാം. ഓക്കെ, ഈ രണ്ടിൻ്റെ രൂപത്തിലും ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലായി, എന്ത്? സിയും തെറ്റാണ്, ഡിയും തെറ്റാണ്, അതിലൊരു സംശയമില്ലല്ലോ അല്ല? കാരണം 0.02 വരൂല. ഓക്കെ, നമ്മൾ ആദ്യം ബൈ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതാണ്. സിയും ഡിയും തെറ്റാണ്. എയോ ബിയോ ആണോ ഡൗട്ട്. അപ്പോൾ ωt - kx വരുമ്പോൾ ഓപ്ഷൻ ബി വരുന്നുണ്ട്. പിന്നെ kx - ωt വരുമ്പോൾ ഓപ്ഷൻ എയും വരുന്നുണ്ട്. അപ്പോൾ ഇതിലേതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ എ ആണ്. എന്തുകൊണ്ടെന്നറിയാം? ഇവിടെ ടൈം സ്റ്റാർട്ടിങ്ങിൽ 0 ആണ്, പിന്നെ നെഗറ്റീവിലേക്കല്ലേ പോണ മക്കളെ? നെഗറ്റീവിലേക്കല്ലേ വൈബ്രേഷൻ? നെഗറ്റീവ് വൈയിലേക്ക് വൈബ്രേഷൻ ആകുമ്പോൾ ഈ ωt ടേം നെഗറ്റീവ് കൊടുക്കുക. ωt ടേം എന്ത് ചെയ്യുക? നെഗറ്റീവ് കൊടുക്കുക. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അങ്ങോട്ട് തന്നെയാണ്, ഒരു സംശയമൊന്നുമില്ല. സോ വൈ വാല്യൂ നെഗറ്റീവ് ആവുന്നുണ്ടല്ലോ. സോ വൈ വാല്യൂ നെഗറ്റീവ് ആകുന്നത് വിത്ത് ടൈം വൈബ്രേഷൻ എന്താണ്? താഴേക്കായതുകൊണ്ട് വൈ എന്ത് ചെയ്യുക? നെഗറ്റീവ് ഉള്ളത് കൊടുക്കുക വിത്ത് ടൈം. ഓക്കെ, സോ πt അല്ലെങ്കിൽ ωt നെഗറ്റീവ് ഉള്ള ഇക്വേഷൻ കൊടുക്കുക. സോ സെക്കൻഡ് മോഡൽ, അതായത് A sin kx - ωt. സോ ഓപ്ഷൻ എ. ഇനി വൈബ്രേഷൻ മുകളിലേക്കാണെങ്കിൽ ωt - kx. ഓക്കെ, അങ്ങനെയാണ്. അതായത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വെച്ച് സെലക്ട് ചെയ്തതാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ. എ സ്ട്രിങ് ഓഫ് മാസ് 0.2 kg/m. ഓക്കെ, മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് സാധനം. ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് 0.6 മീറ്റർ. ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ് ആൻഡ് സ്ട്രെച്ച്ഡ് സച്ച് ദാറ്റ് ഹാസ് എ ടെൻഷൻ 80 Newton. String vibrates in 3 segments with maximum amplitude 0.5 centimeter. Maximum transverse velocity amplitude is. Maximum transverse velocity amplitude എന്ന് പറഞ്ഞാൽ amplitude എന്ന് പറഞ്ഞാൽ ആക്ച്വലി മാക്സിമം വാല്യൂ ആണ്. സോ ആ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ മാക്സിമം വെലോസിറ്റി, പാർട്ടിക്കിൾ വെലോസിറ്റി ആണ് ചോദിച്ചത്. അതായത് V max ആണ് ചോദിച്ചത് പാർട്ടിക്കിളിൻ്റേത്. അതിൻ്റെ ഇക്വേഷൻ ω A അല്ലെങ്കിൽ A ω. ഓക്കെ, ഇതാണ് ചോദിച്ചത്. ഇത് കണ്ടുപിടിച്ചാൽ ആൻസറായി. ഓക്കെ, ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണെടാ? 2πf ആണ് അല്ല? ഓക്കെ, A ω എന്ന് കൊടുക്കട്ടാ. അപ്പോൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ആംപ്ലിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് 0.5 സെൻറ്റിമീറ്റർ ആണ് കൊടുത്തിട്ടുണ്ട്. സോ ഫ്രീക്വൻസി കണ്ടുപിടിച്ച് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കിട്ടും. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് അടുത്ത ചെയ്യേണ്ടത്. അതൊക്കെ എന്താണ് പറയുന്നത്? സ്ട്രിങ് വൈബ്രേഷൻ 3 സെഗ്മെൻറ്റ്സ് ആണ്. 3 സെഗ്മെൻറ്റ്സ് ആകുമ്പോൾ 1 2 3. സോ 3 സെഗ്മെൻറ്റ്സ് ആകുമ്പോൾ ലെങ്ത്ത് എന്തിന് ഈക്വലായിരിക്കും? 3λ/2 ഈക്വലായിരിക്കും, ശരിയല്ലേ? സോ ലാംഡ അപ്പം എന്തായിരിക്കുംടാ? 2l/3. ഓക്കെ, 2 × 0.6 ആണ് ലെങ്ത്ത് കൊടുത്തേക്കുന്നത്. സോ 1.2/3. 1.2/3 എത്രയാ? 0.4 മീറ്റർ വരും. ലെങ്ത്ത് 0.4 മീറ്ററാണ്. ഓക്കെ, ലെങ്ത്ത് 0.4 മീറ്ററാണ്. ഇനി വേവിൻ്റെ വെലോസിറ്റി കിട്ടിയാൽ നമുക്ക് ഫ്രീക്വൻസി കിട്ടും. കാരണം ഫ്രീക്വൻസി 3f1 അല്ല. സോ വേവിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാം. വേവ് വെലോസിറ്റി എങ്ങനെയാണ്?
വേവ് വെലോസിറ്റി v ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം √T/μ വരും. അവിടെ കൊടുത്തത് പാർട്ടിക്കിൾ വെലോസിറ്റിയാണ്, ഇത് വേവ് വെലോസിറ്റിയാണ്, √T/μ. വാല്യൂസ് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. ടി എത്രയാണ് 80 ന്യൂട്ടൺ, മ്യൂ എത്രയാണ് 0.2. സോ 80/0.2 എന്ന് പറഞ്ഞാൽ 800/2 400 വരും. റൂട്ടിനകത്ത് 400 എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണ് 20 ആണ് വരിക m/s. വേവിൻ്റെ വെലോസിറ്റി y. ഓക്കെ, വെലോസിറ്റി കിട്ടിയ പിന്നെ ഫ്രീക്വൻസി എന്താണ് v/λ. v എത്രയാണ് 20/0.4. 20/0.4 എന്ന് പറഞ്ഞാൽ 200/4. സോ 50 ഹെർട്സ് കിട്ടി. ഫ്രീക്വൻസി എത്ര കിട്ടി 50 ഹെർട്സ് കിട്ടി അല്ലേ. ഓക്കെ, എന്താ കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ, ഇനി ഇതിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പറയാം. നമ്മളിവിടെ ഡാറ്റ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. 2 × π 3.14 കൊടുക്കുക, ഫ്രീക്വൻസി 50 കൊടുക്കുക, ആംപ്ലിറ്റ്യൂഡ് 0.5 സെൻറ്റിമീറ്റർ, 0.5 × 10⁻⁻². 50 × 0.5, 5 × 5 25 ആക്കുക, 25 × 2 50 ആക്കുക, 50 × 3.14. 50 × 3.14 എത്ര വരും 150 സംതിങ് വരും അല്ലേ. നമുക്കൊരു 157 ആണുള്ള ഓപ്ഷനിൽ കാണുന്ന, അങ്ങനെ കൊടുക്കുക, × 10⁻². സോ 1.57 m/s വരും ആൻസർ. ഓക്കെ, സോ വിച്ച് ഓപ്ഷൻ വിൽ ബി ദ റൈറ്റ് വൺ? ഓപ്ഷൻ എ. സോ ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ, കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കാം. സോറി. അടുത്ത ക്വസ്റ്റ്യൻ. A string fixed at both ends is vibrating in the lowest mode of vibration for which a point at a quarter of its length from one end is point of maximum displacement. എങ്ങനെ ഒരു സ്ട്രിങ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ്, രണ്ട് ഭാഗം ഫിക്സ് ചെയ്തു, ലോവസ്റ്റ് മോഡിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ വിച്ച് എ പോയിൻ്റ് അറ്റ് ക്വാർട്ടർ ഓഫ് ഇറ്റ്സ് ലെങ്ത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തിൻ്റെ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4 L/4. ആ പോയിൻ്റ് ഞാൻ P എന്ന് കൊടുത്തു. അപ്പോൾ പിന്നെ അടുത്ത L/4, അടുത്ത L/4, മൊത്തം 4 പീസല്ലേ ഉണ്ടാവുക. L/4 L/4 L/4. സോ ഒരു ക്വാർട്ടറിൽ വരുമ്പോൾ ആ ക്വാർട്ടറിൻ്റെ ആ എൻഡ്, ആ പോയിൻ്റ് എന്തായിരിക്കണം, ക്വാർട്ടറിൽ നിന്നുമുള്ള ആ എൻഡിലെ ക്വാർട്ടർ ലെങ്ത്തിലുള്ള പോയിൻ്റ് മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ആൻറ്റി നോഡായിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് സംഭവം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ P മിഡിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയല്ലേ വരിക, 1 2. സോ ഇതേത് ഹാർമോണിക്കാണ് മക്കളെ? ഇത് സെക്കൻഡ് ഹാർമോണിക്കാണല്ലേ. ഇതെന്താണ്? സെക്കൻഡ് ഹാർമോണിക്കാണ്, ശരിയല്ല? ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ആ L/4 എന്നുള്ളത് ആക്ച്വലി λ/4 ആണല്ലോ അല്ലേ. L/4 എന്താണ്? λ/4. ടോട്ടൽ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യുക, 4 λ/4 എന്നൊക്കെ പറയാം. എന്തെങ്കിലും ആയിക്കോട്ടെ, L/4 λ/4. ഇനി അപ്പോൾ ആ സമയത്തുള്ള ഫ്രീക്വൻസി string fixed at both ends is in the lowest mode of. ഓക്കെ, സോ ആ സമയത്തുള്ള ഫ്രീക്വൻസി ഇത് എന്താണ്? സെക്കൻഡ് ആണ്, F2 ആണ്. ഒരു അടുത്ത ചിത്രം വരക്കണം താഴെ. അപ്പോൾ താഴെ എഴുതണ്ട, ഇവിടെ എഴുതാം. സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ അല്ലേ, സെക്കൻഡ് ഹാർമോണിക് അല്ലേ. സോ F2 ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യുക, F2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് 2F1 ആണ്, എന്തെങ്കിലും ആവട്ടെ. 2F1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, വെലോസിറ്റി v⁴ എടുക്കാമല്ലോ. സോ F = v/λ എടുക്കാമല്ലോ, v/λ എടുക്കാം, ശരിയല്ലേ? v/λ എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഹെർട്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സംശയമില്ലല്ലോ, അത് 100 ഹെർട്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, v/λ. ഓക്കെ, അപ്പോൾ F1 ഇവിടുന്ന് എന്താ കിട്ടി? F1 50 ഹെർട്സ് ആണെന്ന് കിട്ടും. ഫണ്ടമെൻ്റൽ മോഡ് എത്രയാണെന്ന് കിട്ടും? 50 ഹെർട്സ് ആണെന്ന് കിട്ടും. ഇനി ക്വസ്റ്റ്യൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്ത സ്റ്റെപ്പിൽ എന്താ പറഞ്ഞാൽ, what will be the frequency emitted when it vibrates in the next mode such that this point is again a point of maximum displacement. അടുത്ത മോഡിലേക്ക് പോകണം. അടുത്ത മോഡിലേക്ക് പോകുമ്പോൾ ഈ പോയിൻ്റ് വീണ്ടും എന്താവണോ, മാക്സിമം വരണോന്ന്. അപ്പം ഞാൻ ആ ഡോട്ടുകൾ, പോയിൻ്റുകൾ പ്രോപ്പറായിട്ട് കിട്ടാൻ താഴേക്ക് ഇങ്ങനെ കണക്ഷൻ വരച്ചു കൊടുക്കുകയാണ്. അടുത്ത മോഡ് ഓഫ് വൈബ്രേഷനാണ് വയർ, ഇതന്നെ ഒരു മാറ്റമില്ല. അടുത്ത മോഡ് ഓഫ് വൈബ്രേഷനിൽ P എന്തായിരിക്കും തന്നെ വേണോ, P അപ്പോഴും മാക്സിമം ആയിരിക്കണം. അപ്പം എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ എന്തായിരിക്കണോ, ഇതിനുള്ളിൽ എന്ത് ചെയ്യണോ, ഒരു വേവ് ഇങ്ങനെ വന്ന് അടുത്ത വേവ് ഇങ്ങനെ വരണം, P മാക്സിമം വരുന്ന രൂപത്തിൽ വരണം. ഇങ്ങനെ പോകണം, അടുത്ത് ഇങ്ങനെ വരണോ, ഇനി അടുത്ത് ഇങ്ങനെ വരണോ, ഇങ്ങനെ പോകണം.
ഓക്കെ, എൻഡിലെപ്പോഴും എന്തേ ഉണ്ടാവും? എൻഡിലെപ്പോഴും ചിത്രത്തിൻ്റെ ഭംഗി കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിത് ഫുള്ളൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി. എൻഡിലെപ്പോഴും നോഡായിരിക്കും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ പി വരെ L/4 അല്ലേ ലെങ്ത് മക്കളെ? L/4 ആണ് ലെങ്ത്, ഒരു സംശയമില്ലല്ലോ. അവിടെ വേവ് ലെങ്ത് എത്ര വരുന്നുണ്ട്? ഇത് അരയും കാലും അല്ലേ, അതായത് 3λ/4 അല്ലേ വരുന്നത്? 3λ/4 ആണ് വരുന്നത്. 3λ/4 ആണ് വരുന്നത്. ഒരു സംശയമില്ലല്ലോ, ഒരു സംശയവും ഇല്ല. അതായത് ഇവിടെ ലാംഡ എന്ന് പറഞ്ഞാൽ L4 വെട്ടിപ്പോയാൽ L/3 ആ വരും. ലാംഡ എന്താ വരിക? L/3. ഓക്കെ, അപ്പോൾ അടുത്ത കേസിലുള്ള ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആണല്ലോ ചോദിച്ചത് അടുത്തതിൻ്റെ. അതായത് FN എത്ര നമുക്കറിയില്ല. FN ഈക്വൽ ടു ഞാൻ എന്ത് കൊടുക്കുന്നു? FN ഈക്വൽ ടു V ബൈ ലാംഡ. ആ ലാംഡ എന്താകുന്നു? V/L/3 ആകുന്നു. സോ 3V/L ആകുന്നു കുട്ടി, 3V/λ ആകുന്നു. നേരത്തെ V/λ 100 അല്ലേ? സോ ഈ സാധനം എന്താകുന്നു? 300 ഹെഡ്സ് ആകുന്നു എന്ന് മനസ്സിലായി. എത്ര ആകുന്നു എന്ന് മനസ്സിലായി? 300 ഹെഡ്സ്. ആൻസർ ആയല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യത്തെ കേസിലുള്ള ലാംഡ കൊടുക്കാനുള്ള കാരണം അതാണ്. ആദ്യത്തെ കേസിലുള്ള F2-ന് V/λ കൊടുക്കാനുള്ള കാരണമാണ്. രണ്ടാമത്തെ കേസിലുള്ള ലാംഡ L അല്ല, പിന്നെ എന്താകുന്നു? L/3 ആകുന്നു. ഓക്കെ, സോ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ കളി. ഓക്കെ, ക്വസ്റ്റ്യൻ അനുസരിച്ച് ഡയഗ്രാം പ്രോപ്പറായി വരയ്ക്കണം, എന്നാലേ സെറ്റാവും. ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. A 100 Hz sinusoidal wave is traveling in the positive x direction along a string with a linear mass density 3.5 into 10⁻³ kilogram per meter and tension 35 Newton. At time t equal to 0, at the point x equal to 0 has zero displacement. Zero displacement എന്ന് പറഞ്ഞാൽ നോഡാണ്. നോഡ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നോഡാണ്. ആൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ സ്ട്രിങ് π/21. അങ്ങനെയാണെങ്കിൽ ഏതാണ് റോങ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഏതാണ് റോങ്? എന്തൊക്കെ ഡാറ്റ കൊടുത്തിട്ടുണ്ട് അവിടെ? ആ ഡാറ്റയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, വെലോസിറ്റിയാണ് ഓപ്ഷൻ എ കൊടുത്തത്. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? സ്ട്രിങ് അല്ലേ, √T/μ. ടെൻഷൻ എത്രയാണ് മക്കളെ? ടെൻഷൻ എത്രയാണ്? 35. മ്യൂ എത്രയാണ്? 3.5 into 10⁻³ സോ 35/3.5 10 മേലെ വരും. സോ 10⁴ റൂട്ടിനകത്തുണ്ടാകും. സോ 10² 100 പുറത്ത് വരും മീറ്റർ/സെക്കൻഡ്. സോ ഓപ്ഷൻ എ തെറ്റാണ്. സോറി, ഓപ്ഷൻ എ ബബിൾ ചെയ്യാൻ പാടില്ല, കറക്റ്റാണ്. 100 മീറ്റർ/സെക്കൻഡ്. തെറ്റല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇനി ആംഗുലാർ വെലോസിറ്റി 200 π radian/second. ആംഗുലാർ വെലോസിറ്റി. എടാ, വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട് അല്ലേ? വേവ് ലെങ്തോ? വേവ് ലെങ്ത് കൊടുത്തിട്ടില്ല, പക്ഷെ നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? വെലോസിറ്റി V നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. സോ V ഈക്വൽ ടു F ലാംഡ. ഓക്കെ, സോ ലാംഡ ഈക്വൽ ടു എന്ത് വരും? V/F. V 100 നമ്മൾ കണ്ടുപിടിച്ചല്ലോ, F 100 ആണല്ലോ. സോ ലാംഡ എത്ര മീറ്ററാണ്? 1 മീറ്റർ. ലാംഡ 1 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വെലോസിറ്റിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ω/k എന്നുള്ള ഇക്വേഷൻ എടുക്കാം. സോ ഒമേഗക്ക് kV എന്നുള്ള ഇക്വേഷൻ എടുക്കാം. സോ kന് നമുക്ക് 2π/λ എന്നെടുക്കാം. വെലോസിറ്റി എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 100 ശരിയല്ലേ? സോ 2π/1 into 100, 2π into അതായത് 200 π ആണ് വെലോസിറ്റി വരും. സോ അതും കറക്റ്റാണല്ലോ. സോ അതും എന്തല്ല? റോങ്, ആൾട്ടർനേറ്റീവ് അല്ല. ഓക്കെ, സോ സോറി, ആംഗുലാർ വെലോസിറ്റി ഒമേഗയും എന്താണ്? 200 π ആണ്. സോ അതിലും തെറ്റാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഇനി ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ആംപ്ലിറ്റ്യൂഡ് എത്രയാണ് കൊടുത്തത്? 0.025 മീറ്റർ. ആംപ്ലിറ്റ്യൂഡ് 0.025 മീറ്റർ. സോ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു കാര്യം നമുക്കറിയാം. എന്താണ് ഒരു കാര്യം? പാർട്ടിക്കിൾ വെലോസിറ്റി വേവ് വെലോസിറ്റി കണക്ട് ചെയ്യുന്ന റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പാർട്ടിക്കിൾ വെലോസിറ്റി ഈക്വൽ ടു വേവ് വെലോസിറ്റി ഇൻറ്റു നെഗറ്റീവ് ഓഫ് സ്ലോപ്പ് ഓഫ് YX ഗ്രാഫാണ്. YX കർവ് എന്നും പറയാം, ഗ്രാഫ് എന്ന് പറയണം നിർബന്ധമൊന്നുമില്ല.
പാർട്ടിക്കിൾ വെലോസിറ്റി വേവ് വെലോസിറ്റി കണക്ട് ചെയ്യുന്ന റിലേഷനാണ്. ഓക്കെ, ചില കുട്ടികൾ ഇങ്ങനെ പഠിക്കാതെ എങ്ങനെ പഠിച്ചിട്ടുണ്ടാവും? വി പി ഈക്വൽ ടു വി ഇൻറ്റു മൈനസ് ഡി വൈ ബൈ ഡി എക്സ്. ആ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് തന്നെയാണ് എന്ത്? സ്ലോപ്പ്. ഓക്കെ, എന്തിനാ ഞാൻ എടുത്ത സ്ലോപ്പ് അവിടെയുണ്ട്? ഓക്കെ, സോ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ് കിട്ടണമെങ്കിൽ മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി എടുക്കണ്ടേ? സോ മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി ഞാൻ ഒമേഗ എ എടുത്തു. ഈ വെലോസിറ്റി വേവ് വെലോസിറ്റി ഒമേഗ ബൈ കെ ആണല്ലോ. ഓക്കെ, മൈനസ് ഡി വൈ ബൈ ഡി എക്സ്, സ്ലോപ്പ് പൈ ബൈ 20 എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. സ്ലോപ്പ് പൈ ബൈ 20 എവിടെയുണ്ട്? ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ, സോ ഒമേഗ ഒമേഗ വെട്ടി എ ഈക്വൽ ടു കെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ കുട്ടികളെ. ലാംഡ എത്രയാണ്? 1 മീറ്ററാണ്. അപ്പോൾ കെ നമുക്ക് എന്ത് ചെയ്യുക? 2 പൈ ബൈ ലാംഡ കൊടുക്കാമല്ലോ. സോ 1/2 പൈ ബൈ ലാംഡ ഇൻറ്റു പൈ ബൈ എന്ത്? 20. ഓക്കെ, പൈ വെട്ടി. ഓക്കെ, എന്തു കിട്ടി? ലാംഡ മേലെ കയറി. ലാംഡ ബൈ 40 വന്നു ആംപ്ലിറ്റ്യൂഡ്. ലാംഡ എത്രയാണ് കുട്ടികളെ? ലാംഡ 1 ആണ്. 1/40 ശരിയല്ലേ? 1/40 കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണ് വരിക? 100/40 ഇൻറ്റു 10⁻⁻2 കൊടുക്കാം, അല്ലെങ്കിൽ 1/4 0.25. സോ 1/40 0.025 അങ്ങനെ എടുത്താലും മതി. ഇങ്ങനെ വെറുതെ ഇതൊന്നും നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. 0.025. സോ 0.025 ആണല്ലോ ആംപ്ലിറ്റ്യൂഡ്. അതും ശരിയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ പിന്നെ ഏതാണ് ശരി ഏതാണ് തെറ്റ്? ഒന്നും തെറ്റല്ല. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഓക്കെ, സോ ഓരോന്ന് ചെക്ക് ചെയ്യുക. ഈ റിലേഷൻ കാണാതെ പഠിക്കണേ. V1 ഈക്വൽ ടു എന്താകുന്നു? പാർട്ടിക്കിൾ വെലോസിറ്റി എന്തായിരിക്കും? പാർട്ടിക്കിൾ വെലോസിറ്റി വേവ് വെലോസിറ്റി ഇൻറ്റു നെഗറ്റീവ് ഓഫ് സ്ലോപ്പ് ഓഫ് YX ഗ്രാഫ്. ഓക്കെ, ആ റിലേഷനാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ സിലിണ്ട്രിക്കൽ ട്യൂബ് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ് ഹാസ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി F in air. Tube is dipped vertically in water so that half of it is in water. Okay, fundamental frequency of the air column is now. കുട്ടികളെ ആദ്യം ഓപ്പൺ അല്ലേ? ഓപ്പൺ ആകുമ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി 1 ഈക്വൽ ടു എന്താണ്? V/2L അല്ലേ? ഓക്കെ, ഇത് ഓപ്പണാണ്. അടുത്ത കേസിൽ പകുതി വെള്ളത്തിലായപ്പോൾ ക്ലോസ്ഡ് ആയില്ലേ? ക്ലോസ്ഡ് ആയതിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി F2 എന്ന് കൊടുക്കാം. F2 ഈക്വൽ ടു V ബൈ എത്രയാണ് വെള്ളത്തിൽ പോയത്? ഹാഫാണ്. അപ്പോൾ 4L വരിക. എല്ലിൻ്റെ സ്ഥാനത്ത് L/2 കൊടുത്താൽ മതി. അപ്പോൾ ഇതെന്ത് വന്നു? V/2L. സോ ചുരുക്കി പറഞ്ഞാൽ F2 F1 ഈക്വൽ അല്ലേ? സോ രണ്ട് ഫ്രീക്വൻസിയും സെയിം ആണ്. ഓക്കെ, അതായത് ഓപ്പൺ പൈപ്പിൻ്റെ പകുതി എന്ത് ചെയ്തു? ക്ലോസ് ചെയ്താൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിക്ക് ചേഞ്ച് വരില്ല. എങ്ങനെ? ഓപ്പൺ പൈപ്പിൻ്റെ പകുതിക്ക് വെച്ച് ക്ലോസ് ചെയ്താൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഡസ് നോട്ട് ചേഞ്ച്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എ ട്രാൻസ്വേഴ്സ് വേവ് is described by the equation y equal to y0 sin 2π into ft minus x by y. The maximum particle velocity is equal to 4 times the wave velocity. ഓഹോ, ഡാറ്റ തന്നെയാണ്. മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി ഈക്വൽ ടു 4 times the wave velocity. മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി ഒമേഗ എ അല്ലെങ്കിൽ എ ഒമേഗ. വേവ് വെലോസിറ്റി ഒമേഗ ബൈ കെ അല്ലേ? സോ വാട്ട് ഹാപ്പൻ? ഒമേഗ വെട്ടി. എ ഈക്വൽ ടു 4 ഇൻറ്റു കുട്ടികളെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് അല്ലേ? ആംപ്ലിറ്റ്യൂഡ് y0 എന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടല്ലോ. സോ y0 ഈക്വൽ ടു 4 ഇൻറ്റു കെ എന്താകുന്നു? 2π ബൈ ലാംഡ. കെ എന്താകുന്നു? 2π ബൈ ലാംഡ. സോ 1/2π ബൈ ലാംഡ. സോ ലാംഡ മേലെ പോയില്ലേ? സോ ലാംഡ 2ഉം 4ഉം വെട്ടിക്കൂടെ കുട്ടികളെ? 2ഉം 4ഉം വെട്ടി. സോ എന്ത് വന്നു? 2 lambda by pi. y0 equal to 2 lambda by pi. So lambda equal to അപ്പം എന്ത് വരും? y0 pi by 2 അല്ലെങ്കിൽ pi y0 by 2. So which option is the right answer? Option B. Option B ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ല. കൺഫ്യൂഷൻ്റെ ആവശ്യവും ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ. എ ട്യൂബ് closed at one end and containing air produces when excited the fundamental note of frequency 512 Hz. ഓക്കെ, ഒരു എൻഡ് ക്ലോസ്ഡ് ആണ്. സോ ക്ലോസ്ഡ് ആകുമ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്താകുന്നു കുട്ടികളെ? V/4L. സോ V/4L എത്രയാണെന്നാണ് പറഞ്ഞത്? 512 Hz ആണെന്നാണ് പറഞ്ഞത്. If the tube is opened at both the ends, the fundamental frequency can be excited is. Okay.
നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ഓപ്പോസിറ്റ്. രണ്ട് ഭാഗവും ഓപ്പണായി, ഇത് ക്ലോസ്ഡ് ആയ കഥയല്ലേ. ഓക്കെ, രണ്ട് ഭാഗവും ഓപ്പൺ ആയ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എഫ് എന്ത് വരും? V/2L വരും. സോ 512 ഡബിൾ അല്ലേ വരിക? V/2L എന്ന് പറഞ്ഞാൽ 2 × V/4L അല്ലേ മക്കളെ? സോ 512 ഡബിൾ എത്രയാ? 1024 ഹെഡ്സ് ആണ് വരിക. സോ വിച്ച് ഓപ്ഷൻ ഈസ് റൈറ്റ്? ഓപ്ഷൻ എ. അതായത് നേരത്തെ പറഞ്ഞു ഓപ്പൺ പൈപ്പ് എങ്ങനെയായിരുന്നു നേരത്തെ പറഞ്ഞ ഡയലോഗ് പറഞ്ഞേ? ഓപ്പൺ പൈപ്പ് ക്ലോസ് ആക്കിയാൽ സെയിം ഫ്രീക്വൻസി, ഓപ്പൺ പൈപ്പ് ക്ലോസ് ആക്കിയാൽ സെയിം ഫ്രീക്വൻസി വരണമെങ്കിൽ ഹാഫ് ക്ലോസ് ആക്കണം അല്ലേ? ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ഓപ്പൺ ക്ലോസ്ഡ് പൈപ്പ് ഓപ്പൺ ആക്കിയാൽ ഫ്രീക്വൻസി ഡബിൾ ആകും. എങ്ങനെ? ഉറപ്പാണ്. ഒന്ന് V/4L മറ്റേത് V/2L അല്ലേ? ഒന്നും പറയാനില്ല, പോട്ടെ. ഓക്കെ, അടുത്തത് കൂടുതൽ പറഞ്ഞാൽ അലമ്പാക്കണ്ടല്ലോ. An open pipe is suddenly closed at one end with the result that frequency of third harmonic of closed pipe is found to be higher by 100 Hz than the fundamental frequency of the open pipe. The fundamental frequency of open pipe ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ? ഓപ്പൺ പൈപ്പ് ക്ലോസ് ആക്കി, അപ്പോൾ തേർഡ് ഹാർമോണിക്, സോ തേർഡ് ഹാർമോണിക് 3F1 ഓഫ് ക്ലോസ്ഡ് പൈപ്പ് ഈക്വൽ ടു എന്താകുന്നു എന്നാണ് പറഞ്ഞത്? ഈക്വൽ ടു ഓപ്പൺ പൈപ്പിൻ്റെ കൂടെ ഒരു 100 കൂടെ ആഡ് ചെയ്യണമെന്നർത്ഥം അല്ലേ? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ചാൽ, an open pipe is suddenly closed at one end with the result that the frequency of third harmonic of the closed pipe is found to be higher by 100. Clear ആയില്ലേ? Okay. Result, the frequency of third harmonic of the closed pipe. Closed pipe in the third harmonic in the frequency. Open pipe in the fundamental frequency 100 extra ആണ്. അതോ അപ്പോൾ F1 open. Okay. So 3 into closed pipe in the 3 into V/4L അല്ലേ? ഈക്വൽ ടു ഇതെന്താകുന്നു? V/2L പ്ലസ് 100 ആകുന്നു. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടിയെന്നറിയാമോ? 3V/4L മുക്കാലല്ലേ, ആ V/2L ഇങ്ങോട്ടേക്ക് വരട്ടെ. അപ്പോൾ എന്ത് വരും? V/4L എത്രയാണെന്ന് കിട്ടി? 100 ആണെന്ന് കിട്ടി. V/4L 100 ആണെന്ന് കിട്ടി. ചോദിച്ചത് എന്താണ്? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ഓപ്പൺ പൈപ്പാണ്. ഇവിടെ ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താകുന്നു? F1 ഓപ്പൺ എന്താകുന്നു? V/2L അല്ലേ? സോ V/4L ഡബിൾ അല്ലേ? സോ 200 ഹെഡ്സ്. ഓപ്ഷൻ എ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയില്ലേ? ഓക്കെ, ജസ്റ്റ് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുക, ഒന്നും പറയാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദി എക്സ്റ്റൻഷൻ ഇൻ എ സ്ട്രിങ്. The extension in a string obeying Hooke's law is x. The speed of sound in the stretched string is v. If the extension in the string is increased to 1.5x, the speed of sound will be. Extension in a string. Hooke's law എന്തായിരുന്നടാ? സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ അല്ലെങ്കിൽ ടെൻഷൻ ബൈ ഏരിയ അല്ലേ? പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ Δl/L ആണ്. സോ ഏരിയ ലെങ്ത്തും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ടെൻഷൻ പ്രൊപ്പോർഷണൽ ടു Δl, അതായത് ടെൻഷൻ പ്രൊപ്പോർഷണൽ ടു എക്സ്. അത് തന്നെയാണ് ക്വസ്റ്റ്യനിലും പറഞ്ഞത്. ഓക്കെ, ടെൻഷൻ പ്രൊപ്പോർഷണൽ ടു എക്സ്. സോ വെലോസിറ്റിയും ടെൻഷനും കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്താ? വെലോസിറ്റി √T/μ അല്ലേ മക്കളെ? സോ വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടെൻഷൻ അല്ലേ? ഓക്കെ, ടെൻഷനാണ് പ്രൊപ്പോർഷണൽ ടു എക്സ് ആണ്. സോ വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എക്സ്റ്റൻഷൻ, അതാണ് കണക്ഷൻ. സോ എക്സ്റ്റൻഷനും വെലോസിറ്റിയും തമ്മിലുള്ള കണക്ഷൻ കിട്ടി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ സോൾവ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? V2 പ്രൊപ്പോർഷണൽ ടു റൂട്ട് x2 എന്ന് പറഞ്ഞാൽ 1.5 അല്ലേ? ഓക്കെ, ഇപ്പോൾ റേഷ്യോ എടുത്ത മക്കളെ V2/V ഈക്വൽ ടു റൂട്ടിനകത്ത് 1.5 വരും, x കിട്ടും. സോ 1.5ൻ്റെ റൂട്ട് എത്രയാ? 1.5ൻ്റെ റൂട്ട് നിങ്ങളെ 150യുടെ റൂട്ട് എത്രയാണ്? പോട്ടെ, 144ൻ്റെ റൂട്ട് എത്രയാണ്? 144ൻ്റെ റൂട്ട് 12. സോ 12 പോയിൻറ്റ് സംതിങ് അല്ലേ വരിക? ഈ 150യുടെ റൂട്ടൊക്കെ കാണാതെ പഠിക്കണം, നല്ലതാട്ടാ. റൂട്ട് 150 എത്രയാണെന്നറിയാമോ? 12.27 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഡുവൽ നാച്ചറിൽ. 12.27 ആങ്സ്ട്രോം ബൈ റൂട്ട് V, ഇലക്ട്രോണിൻ്റെ റീബ്രോഗ്ലി വേവ് ലെങ്ത്. ഓക്കെ, ആ റൂട്ട് 150 ആണ് വരുന്നത്. ഓക്കെ, 12.27 വരിക.
സോ അപ്പോൾ ഇതെന്ത് വരും 1.227 വരും. സോ V2 ഈക്വൽ ടു എന്ത് വരും 1.227 V1 വരും. സോ ആൻസർ ഉണ്ടോ? ഡബിൾ റൗണ്ട് ചെയ്താൽ 1.23 എന്ന് പറയേണ്ടി വരും. ഓപ്ഷനിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ എ മാത്രമാണല്ലോ ഉള്ളൂ. അപ്പം കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യം ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ. 2 vibrating strings of the same material but of lengths L and 2L have radii 2R and R respectively. They are stretched under the same tension. Both the strings vibrate in their fundamental modes. The one of length L with frequency nu1 and the other with frequency nu2. The ratio V1 by V2 is. സ്ട്രിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ്, ലെങ്ത്തും റേഡിയസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ത് F1 ഈക്വൽ ടു V/2L അല്ലേ. വി നമുക്ക് എന്ത് ചെയ്യുക 1/2L √T/μ എഴുതാം. ഇവിടെ ലെങ്ത്തും റേഡിയസ് ഒക്കെ വരുന്നതുകൊണ്ട് മ്യൂനെ മാറ്റാം. നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനും വേറെ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് പറഞ്ഞു. മ്യൂനെ ഏരിയ ഇൻറ്റു ഡെൻസിറ്റി എന്നാക്കുക. പിന്നെയോ ഏരിയേനെ നമുക്ക് എന്ത് ചെയ്യുക πr² എന്നാക്കുക ഇൻറ്റു റോ. ഓക്കെ ആക്കിയില്ലേ? ആക്കി. സോ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? എന്തൊക്കെ സെയിമാ നോക്കിക്കേ. മെറ്റീരിയൽ സെയിമാ. അപ്പോൾ മെറ്റീരിയൽ സെയിം ആണെങ്കിൽ ഡെൻസിറ്റി സെയിം ആയിരിക്കും. ലെങ്ത് 2L, റേഡിയസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. ദേ ആർ സ്ട്രെച്ച്ഡ് അണ്ടർ ദ സെയിം ടെൻഷനും സെയിം ആണ്. ലെങ്ത്തും ഡിഫറെൻ്റ് ആണ് അല്ലേ. സോ ടെൻഷനും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ അറിയാം 2L ആണല്ലോ പുറത്തുണ്ടാവുക. 2π അല്ലല്ലോ. ഇതാരാ പൈ എഴുതിയതടാ. L അല്ലേ പുറത്തല്ല. സോ 6 ഉള്ളിൽ പുറത്തേക്ക് വരും അല്ലേ. സോ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി പ്രൊപ്പോർഷണൽ ടു 1/LR മതി. കാരണം ബാക്കിയൊക്കെ സെയിം ആണ്. പൈ എന്തായാലും കോൺസ്റ്റൻ്റ്, ഡെൻസിറ്റി ഒരേ മെറ്റീരിയലാണ്, സെയിമാണ്, ടെൻഷനും സെയിമാണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇനിയിപ്പോൾ റേഷ്യോ എടുക്കണം. F1/F2 ആണ്, F2/F1 ആണ്. F1/F2 വേണ്ടത്. F1/F2 എടുക്കുമ്പോൾ L2/L1 ഇൻറ്റു R2/R1 എല്ലാം അങ്ങനെ എടുക്കണം. ഓക്കെ, L2 എത്രയാണ്? 2L. 2L/L ഇൻറ്റു R2 R ഉം R1 ആണ് 2R. സോ എന്ത് സംഭവിച്ചു? 2 വെട്ടിപ്പോയി, L വെട്ടിപ്പോയി. സോ F1/F2 റേഷ്യോ 1 വരും. സോ ഓപ്ഷൻ ഡി. ഓക്കെ, ഒന്നും പറയാനില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. അയ്യോ താഴേക്കല്ലടോ, താഴേക്കാണ്. 3 sounds of equal amplitudes have frequencies n-1, n and n+1. They superpose to give beats. Number of beats produced per second will be. 3 സൗണ്ട് വന്നാലുണ്ടാകുന്ന ബീറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നിങ്ങൾക്കറിയാം n-1ഉം n-ഉം n+1ഉം അല്ലേ ഉള്ളത്. ഓരോ രണ്ട് വെച്ച് ചെയ്യാം. n-1ഉം n-ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1 അല്ലേ. സോ എത്ര ബീറ്റാണ് ഉണ്ടാവുക? 1 ബീറ്റ് പെർ സെക്കൻഡ്. അതായത് 1 സെക്കൻഡിൽ 1 ബീറ്റേ കേൾക്കൂ എന്നർത്ഥം. 1 സെക്കൻഡിൽ എത്ര ബീറ്റേ കേൾക്കും? 1 സെക്കൻഡ്. ഈ n-ഉം n+1ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1 അല്ലേ. സോ ഇവിടെയും 1 ബീറ്റ് പെർ സെക്കൻഡ്. അതായത് 1 സെക്കൻഡിൽ 1 ബീറ്റേ കേൾക്കും. ഇനി n-1ഉം n+1ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 2 ഇല്ലേ. അതായത് 2 ബീറ്റ്സ് പെർ സെക്കൻഡ്. 1 സെക്കൻഡ് 2 ബീറ്റ് കേൾക്കും. 1 സെക്കൻഡ് 2 ബീറ്റ് കേൾക്കുന്നതാണ് ഏതൊക്കെ ആയിരിക്കും ടൈം? ഹാഫ് സെക്കൻഡും 1 സെക്കൻഡും. സോ ഹാഫ് സെക്കൻഡിൽ ഇവിടെ ഇത് മാത്രമേ കേൾക്കൂ. 1 സെക്കൻഡിൽ 3 സൗണ്ട് കേൾക്കൂലേ? ഇതും കേൾക്കൂലേ? അപ്പോൾ 3ഉം കൂടെ മിക്സ് ചെയ്ത് ഒരു സിംഗിൾ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതായത് 1 സെക്കൻഡ് ഒരു പ്രാവശ്യം, അതായത് അറ്റ് എ ടൈം നമ്മൾ ചെവിയിലേക്ക് 2 സൗണ്ട് വന്നാൽ നമ്മൾക്ക് ഏതെങ്കിലും ഒന്നായിട്ടല്ലേ തോന്നുന്നു? 2ഉം കൂടെ ഒരുമിച്ചല്ലേ വരുന്നേ? ഓക്കെ, ഒരേ ആംപ്ലിറ്റ്യൂഡുള്ള 2 സൗണ്ട് വന്നാൽ, ഒരേ ആംപ്ലിറ്റ്യൂഡ് ഒരേ ഫ്രീക്വൻസിയുള്ള 2 സൗണ്ട് വന്നാൽ നമുക്ക് ഒന്നായിട്ടേ ഫീൽ ചെയ്യൂ. ഓക്കെ, സോ ഒന്നായിട്ടേ ഫീൽ ചെയ്യും. സോ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? 1 സെക്കൻഡ് റിപ്പീറ്റ് ചെയ്ത് 3 പ്രാവശ്യം വരുന്നുണ്ട്. അതിലൊന്ന് മാത്രം കൺസിഡർ ചെയ്താൽ മതി, ബാക്കി 2 വേണ്ട. അപ്പോൾ ഇവിടെ 2 ബീറ്റാണ് എഫക്റ്റീവ്ലി. ഹാഫ് സെക്കൻഡിൽ 1 ബീറ്റ്. ഓക്കെ, സോ 2 ബീറ്റ്സ് പെർ സെക്കൻഡാണ് ആക്ച്വലി കേൾക്കുക. സോ ബീറ്റിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 2 ആണ്. ഓപ്ഷൻ ബി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓൺ സൗണ്ടിങ് ട്യൂണിംഗ് ഫോർക്ക് എ വിത്ത് അനദർ ട്യൂണിംഗ് ഫോർക്ക് ബി ഓഫ് ഫ്രീക്വൻസി 384 ഹെഡ്സ്. അപ്പോൾ ബി എത്രയാണ്? ബി നോൺ ആണ്, 384 ഹെഡ്സ് അല്ലേ. എ എന്താണ്? അൺനോൺ ആണ്. ശരിയല്ലേ? ഓക്കെ, എത്ര ബീറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 6 ബീറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് പെർ സെക്കൻഡ്. അപ്പോൾ എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 6 ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 384 പ്ലസ് 6ഉം വരാം. 384 അല്ലടാ,
384 മൈനസ് 6ഉം വരാം. ഈ രണ്ടിനല്ല സാധ്യത ഉള്ളത്. ഇനി എന്താ സംഭവിക്കുന്നത്? ആഫ്റ്റർ ലോഡിങ് പ്രോങ്സ് ഓഫ് എ വിത്ത് വാക്സ്, എനെ ലോഡ് ചെയ്തു. എനെ ലോഡ് ചെയ്താൽ എൻ്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കുറയും. ശരിയല്ലേ? അപ്പോൾ എത്ര ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 4 ബീറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ബീറ്റ് കുറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? എ ലോഡഡ്. എ എന്ന് പറഞ്ഞാൽ ആരാ? അൺനോൺ. അൺനോൺ ലോഡഡ്. അൺനോൺ ലോഡഡ്. അപ്പോൾ എന്ത് ചെയ്തു? ബീറ്റ് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എക്ക് ഏത് ഫ്രീക്വൻസി ഉണ്ടാവാനാണ് സാധ്യത? വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ട്യൂണിംഗ് ഫോർക്ക് ഓഫ് എ? എയുടെ ആക്ച്വൽ ഫ്രീക്വൻസി എന്തായിരിക്കും എന്നാണ് ചോദ്യം. 384 + 6 ആണോ 384 - 6 ആണോ? ഇതിന് ഞാനൊരു ഐഡിയ പറയട്ടെ. സിമ്പിൾ പരിപാടി. ഒരു കൈ നിങ്ങൾ നോൺ ആക്കി എടുക്കുക. ഞാൻ ലെഫ്റ്റാണ്, നിങ്ങൾക്ക് മിററായിട്ടാണ് തോന്നുന്നുണ്ടാവുക. ഓക്കെ, എൻ്റെ ലെഫ്റ്റാണ്, വാച്ച് കെട്ടിയ കൈ ഇടാം. ഇത് നോൺ ആക്കി എടുക്കുക. ഇതെന്ത്? അൺനോൺ ആക്കി എടുക്കുക. റൈറ്റ്. എളുപ്പമുള്ള പരിപാടിയാണ്, വേറെ കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട. ഓക്കെ, നോണ് അൺനോണ്. നോൺ ഇത് വാച്ച് കെട്ടിയത് കേട്ടോ. നോണ് അൺനോണ്. ഓക്കെ, അപ്പോൾ നോൺ എത്രയാണ്? 384. അപ്പോൾ എ എന്ത് ചെയ്തു? അൺനോൺ അല്ലേ? അപ്പോൾ 384 + 6ഉം വരാം, 384 - 6ഉം വരാം. ഡിഫറൻസ് അല്ലേ? കൂടാം കുറയാം. സോ 384 - 6 എന്ന് വിചാരിച്ചു ഞാൻ എ. എന്നിട്ട് എന്ത് ചെയ്തു? എനെ ലോഡ് ചെയ്തു. എ അൺനോൺ ആണ്, നോൺ ആണോ? അൺനോണിന് ലോഡ് ചെയ്തു. അപ്പോൾ എ അൺനോൺ ഇതല്ലേ? എൻ്റെ റൈറ്റ് ഹാൻഡ് അല്ലേ? വാച്ച് കെട്ടാത്ത കൈയല്ലേ? സോ ലോഡ് ചെയ്താൽ ഫ്രീക്വൻസി കുറയില്ലേ? ഫ്രീക്വൻസി കുറഞ്ഞാൽ ഗ്യാപ്പ് കൂടും. അപ്പോൾ ബീറ്റ് എന്ത് ചെയ്യും? കൂടും. സോ ബീറ്റ് കൂടുകയാണോ ഇവിടെ ചെയ്തത്? ബീറ്റ് കുറയല്ലേ ചെയ്തത്? അപ്പോൾ ഏത് ആൻസർ ആവാൻ സാധ്യതയില്ല? 384 - 6 ആൻസർ ആവാൻ സാധ്യതയില്ല. അപ്പോൾ ഏത് ആൻസർ ആവാൻ സാധ്യത? 384 + 6. 384 + 6 എത്രയാണ്? 390. അതെങ്ങനെയാണ്? അതിതാ നോക്കിക്കോ. ഇതല്ലേ എൻ്റെ നോണ് 384. ഇതെന്താണ്? എൻ്റെ അൺനോൺ. ഞാൻ 384 + 6 ആണെന്ന് വിചാരിച്ചു. +6 ആകുമ്പോൾ 6 ഡിഫറൻസിൽ കൂടുതൽ വെച്ചു. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? ലോഡ് ചെയ്തു. അതായത് അൺനോണിനെയാണ് ലോഡ് ചെയ്യുന്നത്. ലോഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഫ്രീക്വൻസി കുറയും. ഗ്യാപ്പ് കുറഞ്ഞു വന്നില്ലേ? 6 നിന്ന് 4 ആയി, ഗ്യാപ്പ് കുറഞ്ഞു. അപ്പോൾ കൺഫേം ആയി 390. ഓക്കെ, ഈ ഐഡിയ എടുത്താൽ മതി. ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ കേട്ടോ. അപ്പോൾ സാർ, ഈ ഐഡിയ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ടല്ലോ. ആ പ്രശ്നമാണ് ഈ പ്രശ്നം. ഈ ക്വസ്റ്റ്യൻ വായിച്ചോ. ട്യൂണിംഗ് ഫോക്സ് എ ആൻഡ് ബി ഗിവ് 4 beats/second when sounded together. ഫ്രീക്വൻസി ഓഫ് എ 320. അപ്പോൾ എ നോൺ ആണ് ഇവിടെ, നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്. എ എത്രയാണ്? 320 ഹെഡ്സ്. അപ്പോൾ ബി എന്താണ്? അൺനോണാണ്. ഓക്കെ, ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. എത്ര ബീറ്റാണ് കിട്ടുന്ന മക്കളെ? 4 ബീറ്റ്സ്. സോ 4 ബീറ്റ്സ് ആകുമ്പോൾ ബി എന്ത് വരും? 320 + 4ഉം വരാം, 320 - 4ഉം വരാം. ഇത് രണ്ടിനും അല്ലേ സാധ്യത? രണ്ടിനും സാധ്യത. ഇനി എന്താ സംഭവിക്കണത് നോക്കൂ. വെൻ സം വാക്സ് ഈസ് ആഡഡ് ടു ബി. ഇവിടെ ആർക്കാ വാക്സ് ആഡ് ചെയ്യുന്നത്? ബിക്കാണ് വാക്സ് ആഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സൗണ്ടഡ് വിത്ത് 4 beats/second അഗെയിൻ ആർ ഹേർഡ്. ഓക്കെ, വീണ്ടും 4 ബീറ്റിന് കേട്ടപ്പോൾ ബീറ്റ് കൂടിയുമില്ല കുറഞ്ഞുമില്ല. ആരെയാണ് ലോഡ് ചെയ്തത്? ബി ലോഡ് ചെയ്തു. ബട്ട് നോ ചേഞ്ച് ഇൻ ബീറ്റ്. ഇങ്ങനെയാവുമ്പോൾ എന്താ സംഭവിക്കുക? ഇതേ ഐഡിയ തന്നെ ചെയ്യാം, നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണെന്നറിയാം? ആദ്യം നമ്മൾ ഇത് നോണല്ലേ? 320 വാച്ച് കെട്ടിയത് 320 നോണ്. ഇതെന്ത്? അൺനോണ്. അൺനോണ് ബി. 320 - 4 ആവാം, 320 + 4 ആവാം അല്ലേ? നോക്കിക്കോളെ, എക്സാം ഹാളിൽ ഡാൻസ് ആണ് വേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഈ സാധനം ഇങ്ങനെ കൊണ്ടുപോകാം. ഓക്കെ, നോ പ്രോബ്ലം. ഇനി അപ്പോൾ 320 - 4 ആണെന്ന് വിചാരിക്കുക. 320 - 4 ആകുമ്പോൾ അൺനോണ് താഴേക്കല്ല ഉണ്ടാവുക. ഡിഫറൻസ് ഇത് വലുതല്ലേ? 320, ഇത് 320 - 4, 316 ഉണ്ടാവുക. എന്നിട്ട് ഇവിടെ ആരെയാണ് ലോഡ് ചെയ്തത്? അൺനോണിനെയാണ് ലോഡ് ചെയ്തത്. ലോഡ് ചെയ്ത ഇയാളുടെ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കുറയും. ഇയാളുടെ ഫ്രീക്വൻസി കുറയുമ്പോൾ ഗ്യാപ്പ് എന്ത് ചെയ്യും? കൂടും. ഗ്യാപ്പ് കൂടി എന്ന് പറയുമ്പോൾ ബീറ്റ് കൂടണം. ഇവിടെ ബീറ്റ് കൂടിയോ? ഇല്ല. അപ്പോൾ ഏത് ആൻസർ? 320 - 4 ആൻസർ ആവില്ല എന്ന് മനസ്സിലായി. 320 - 4 ആൻസർ ആവില്ല. അപ്പോൾ ആൻസർ ഏതാ? 320 + 4. സോ 320 + 4 ഏതാ? 324 ഹെഡ്സ് ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഒന്ന് ആൻസർ ആവില്ലെങ്കിൽ മറ്റേത് ആൻസർ ആവും. ഓക്കെ, ഇനി മറ്റേത് ആൻസർ ആവും എങ്ങനെയാണ് സാർ? ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് 320 നോണ്, ഇത് അൺനോണ്. 320 + 4 ആണെന്ന് വിചാരിച്ചു. ഇയാളെ ലോഡ് ചെയ്തു.
ഇയാളെ ലോഡ് ചെയ്യുമ്പോൾ ഇയാൾ ഫ്രീക്വൻസി കുറയും. ഫ്രീക്വൻസി കുറയുമ്പോൾ 4-നേക്കാളും കുറഞ്ഞ് വരും, സ്വാഭാവികമാണ്. 4-നേക്കാളും കുറഞ്ഞ് ഈക്വൽ ആവാം. വീണ്ടും താഴേക്ക് വന്നൊരു 4 ഡിഫറൻസ് വരാലോ. കാരണം മേലോട്ടാണെങ്കിലും താഴേക്കാണെങ്കിലും ഫ്രീക്വൻസി ഡിഫറൻസ് 4 വരിക. അതായത് ഇതിപ്പോൾ ഇങ്ങനെയാണുള്ളത്, 320 + 4 നമ്മൾ വിചാരിച്ചു. ഇയാളെ ലോഡ് ചെയ്തു, അപ്പോൾ അയാളുടെ ഫ്രീക്വൻസി കുറഞ്ഞു. അപ്പോൾ 4-നേക്കാൾ ഡിഫറൻസ് കുറഞ്ഞ് ഡിഫറൻസ് 0 ആയി. പിന്നെ താഴേക്ക് പോകുമ്പോൾ ഡിഫറൻസ് കൂടി പഴയ 4 എത്തിക്കൂടെ? പഴയ 4 എത്താലോ. അപ്പോൾ ഇനീഷ്യൽ ബീറ്റിനെ പിന്നെ താഴേക്ക് പോകുമ്പോൾ വരാൻ സാധ്യത ഉണ്ടല്ലോ. ആ സാധ്യത വെച്ചാണ് ഓപ്ഷൻ സി കൊടുത്ത് 320 + 4. അപ്പോൾ ഇവിടെ 320 - 4 ആ ചാൻസ് ഇല്ല. നോക്കിക്കോ, ഇത് 320 നോണ്, ഇതെന്ത് അൺനോണ്. ഈ സാധനം 320 - 4 ആണ്. സോ ഇയാളെ ലോഡ് ചെയ്തു, അപ്പോൾ ഓൾറെഡി -4 ഡിഫറൻസ് കുറവാണ്, ഈ സാധനം കുറവാണ്. ഇയാളെ ലോഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും താഴേക്ക് പോയി. അപ്പോൾ ഇതൊരിക്കലും ഡിഫറൻസ് 4 വരാൻ സാധ്യതയില്ലല്ലോ. ഇല്ല, കാരണം ഡിഫറൻസ് കൂടിയാ പോവാം. ഇതാവുമ്പോൾ മേലെയുള്ള ആൾ താഴേക്ക് അതേ ഡിഫറൻസ് തന്നെ താഴേക്ക് വരുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സാധ്യത വെച്ചാണ് ഓക്കെ. സോ ഓപ്ഷൻ സി വരും, 324 ഹെഡ്സ്. ഓക്കെ, അപ്പോൾ ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ ഈ സാധനം അപ്ലൈ ചെയ്താൽ ലോഡിങ്, വാക്സിങ്, അൺലോഡിങ് അല്ലെങ്കിൽ ഫയലിംഗ് ആകുമ്പോൾ ഫ്രീക്വൻസി കൂടും, ലോഡിങ് ആകുമ്പോൾ ഫ്രീക്വൻസി കുറയും. അത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഇങ്ങനെ നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇതേപോലത്തെ ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ഞാൻ ഈ പറഞ്ഞ ഐഡിയ അപ്ലൈ ചെയ്യാം, യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഓൾമോസ്റ്റ് ചാപ്റ്ററിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക്.